ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरों श्रीयुधपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवम् श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पते गोपेशा गोपिका कान्दा राधा कान्दा नमोऽस्तुते तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधारा श्रीवासादि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീത 4-ാമത്തെ അധ്യായത്തിലെ 34-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് 4:34. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷയന്തി തേ ജ്ഞാനം ജ്ഞാനിനസ് തത്വദർശിനഃ. ശ്ലോകത്തിൽ പറയുന്നു, നമുക്ക് ആധ്യാത്മിക ജ്ഞാനം നേടണമെങ്കിൽ നമ്മളൊരു ഗുരുവിനെ സമീപിക്കണം എന്നുള്ളത്. നമ്മൾ ഭൗതിക ജ്ഞാനത്തിന് വേണ്ടിയിട്ടും നമ്മളെല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ട്, കോളേജിൽ പോയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അത് വളരെ അത്യാവശ്യമാണ്. ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ വേണമെന്നുള്ളത്. ഭൗതിക ജ്ഞാനത്തിന് തന്നെ നമ്മൾ മെറ്റീരിയൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ട്. അതും LKG മുതൽ 10ാം ക്ലാസ്, പിന്നെ 12ാം ക്ലാസ്, പിന്നെ കോളേജ്. എത്ര വർഷങ്ങളാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ പഠിക്കുന്നത്. സ്കൂളിലും കോളേജിലൊക്കെ ആയിട്ട് ഒരുപാട് വർഷങ്ങൾ. ആദ്യത്തെ ഏകദേശം 20 വർഷത്തോളം, 20 വർഷത്തിന് മേലെ നമ്മൾ കോളേജിൽ തന്നെയാണ്. കോളേജ് ഇൻ ദ സെൻസ് എഡ്യൂക്കേഷൻ ടൈമാണ് അത്. അപ്പോൾ ഈ പറയുന്ന മെറ്റീരിയൽ എഡ്യൂക്കേഷന് നമുക്ക് ടീച്ചറെ വേണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്പിരിച്വൽ എഡ്യൂക്കേഷന് ഗുരു വേണ്ട എന്നുള്ള ചോദ്യത്തിന് പലവരും അങ്ങനെ പറയുന്നവരുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മെറ്റീരിയൽ എഡ്യൂക്കേഷൻ മെറ്റീരിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജഡജ്ഞാനമാണ്. കാര്യം അതെല്ലാം നമുക്ക് താൽക്കാലികമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും കുറേ എല്ലാം തന്നെ. അതിൽ ആവശ്യമില്ലാത്തതും ഒരുപാടുണ്ട്, ആവശ്യമുള്ളത് ഉണ്ട് തീർച്ചയായിട്ടും. ഉദാഹരണത്തിന് അക്ഷരങ്ങൾ വായിക്കുക. ഇപ്പോൾ മലയാളം വായിക്കാൻ പറ്റുന്നത് ഇംഗ്ലീഷ് വായിക്കുക, അങ്ങനെയുള്ള ലാംഗ്വേജസ് പഠിക്കുക, വായിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത്, സംസ്കൃതം പഠിക്കുക എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും ആവശ്യമാണ്. കാര്യം അത് ആധ്യാത്മിക ജ്ഞാനം അല്ലെങ്കിൽ സ്പിരിച്വൽ നോളജിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം ഹെൽപ്ഫുൾ ആവും. ഇപ്പോൾ നമുക്ക് സാധിക്കുന്നത് പോലെ മലയാളം വായിക്കാൻ അറിയാവുന്നതുകൊണ്ടും
ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നതുകൊണ്ടും സംസ്കൃതം വായിക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ശാസ്ത്രങ്ങൾ വായിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കുന്നു. അപ്പോൾ ബേസിക് എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്, ജഡജ്ഞാനമാണെങ്കിൽ പോലും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ എന്തുകൊണ്ട് ജഡജ്ഞാനം എന്ന് വിളിക്കുന്നു എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഭഗവാനെ കുറിച്ച് നമ്മളൊന്നും അവിടെ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനമല്ല അത്, അല്ലേ? അതെല്ലാം ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ പുരോഗതിക്ക് വേണ്ടി, നമ്മുടെ സ്പിരിച്വൽ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടി ചെയ്യുന്നതല്ല, മെറ്റീരിയൽ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതാണ് അതിൻ്റെ അജണ്ട, അതിൻ്റെ പുറകിൽ. എന്നാൽ ആ ഒരു എഡ്യൂക്കേഷനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു എഡ്യൂക്കേഷനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിക്കുമ്പോൾ വ്യത്യാസം വരും. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് ഇപ്പോഴത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്പിരിച്വൽ സ്കൂളുകളുണ്ട്. ഗുരുകുലം പോലുള്ള ഒരുപാട് സ്കൂളുകളുണ്ട്. അവിടുത്തെ ട്രെയിനിങ് വ്യത്യാസമാണ്. അവിടെ CBSE സിലബസോ അല്ലെങ്കിൽ ICSO എന്താണെങ്കിലത് ബ്രിട്ടീഷ് കരിക്കുലം ഒന്നുമല്ല അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ഭഗവത്ഗീത, ഭാഗവതം പോലുള്ള ശാസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അതേസമയത്ത് വായിക്കുവാനും പഠിക്കുവാനും ലാംഗ്വേജസും അതൊക്കെ പഠിപ്പിക്കുന്നു. അതെല്ലാം ഉണ്ട്, ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. സയൻസും ഒരു പരിധിവരെ ആവശ്യമുള്ളതൊക്കെ പഠിപ്പിക്കും. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ എഡ്യൂക്കേഷനും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഫോക്കസ് കൂടുതൽ ആധ്യാത്മിക പഠനത്തിനാണ് എന്നുള്ളതാണ്. ആ ഒരു എഡ്യൂക്കേഷൻ ആണ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം ആക്ച്വലി. എന്നാൽ ഇന്നത്തെ കാലത്തുള്ള ഒരു പഠനം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ സിസ്റ്റം തന്നെ ഭഗവാനെ മറക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിലാണുള്ളത്. കാര്യം എങ്ങനെ നമ്മൾ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ നേടാം, എങ്ങനെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ നേടാം എന്നതാണ് പഠിപ്പിക്കുന്നത് ചെറുപ്പം മുതലേ. കാര്യം ആ ഒരു എയിം വെച്ചിട്ടാണ് പഠിക്കുന്നത്. കുട്ടികൾ പഠിക്കുന്നതും കുട്ടികളെ പഠിപ്പിക്കാൻ പാരൻസ് വിടുന്നതും ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതും എല്ലാവരും അവരവരുടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒന്ന് പൈസ ഉണ്ടാക്കാൻ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിന് വരുമാനം കിട്ടുന്നു. പഠിപ്പിക്കുന്നതിൻ്റെ പുറകിലും സെൽഫിഷ്നെസ് ഉണ്ട്. പഠിക്കുന്ന ആളുകൾക്കും അവനവൻ്റെ പുരോഗതി, എന്ത് പുരോഗതി? മെറ്റീരിയൽ അഡ്വാൻസ്മെൻറ്റ്. അതായത് പഠിച്ചു കഴിഞ്ഞിട്ട് നല്ല ജോലി കിട്ടണം, ജോലി കിട്ടി ഒരുപാട് പൈസ ഉണ്ടാക്കണം, ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണം, അവിടെ പോകണം, അമേരിക്കയിലേക്ക് പോകണം, നയാഗ്ര വാട്ടർഫോൾസിലേക്ക് പോകണം, കാനഡയിലേക്ക് പോകണം, അതേപോലെ വലിയ പാലസ് ഉണ്ടാക്കണം, വീട് 10,000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ടാക്കണം. അങ്ങനെ പല പല സ്വപ്നങ്ങളുമായിട്ട് ആളുകൾ നടക്കുന്നു. എന്നാൽ അപ്പോൾ ഇതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിപ്പിക്കുന്നത്. ആക്ച്വലി നമ്മളെ അതിലേക്കാണ് എത്തിക്കുന്നത്. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തിയെ മറന്നുകൊണ്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ജഡജ്ഞാനമെന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ആ ഒരു എഡ്യൂക്കേഷനും ആവശ്യത്തിന് നമുക്ക്, അതായത് ഒരു മിനിമം രീതിയിൽ നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട്, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും. അപ്പോൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല, എന്നാലും അതിൻ്റെ ക്രക്സ് മറന്നുകൊണ്ടുള്ള, അല്ലെങ്കിൽ മെയിൻ കാര്യം മറന്നുകൊണ്ടുള്ള പഠനമാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ എന്താണെങ്കിലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ ആ സമയത്ത് എങ്ങനെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉദ്ദേശം വേറെ ആയിരുന്നിട്ടുണ്ടാവും. എന്നാൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എങ്ങനെയൊക്കെയോ ഇവിടെ ഈ ഒരു പാതയിലേക്ക് എത്തിയതിന് ശേഷം ഒരുപക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും കുറച്ചും കൂടെ നേരത്തെ തുടങ്ങാമായിരുന്നു, കുറേ സമയം നമ്മൾ പാഴാക്കി കളഞ്ഞു എന്നുള്ളത്, അല്ലേ? അപ്പോൾ എന്നാലും സാരമില്ല, നമ്മൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. ലോകത്തിൽ എത്രയോ ആളുകളുണ്ട്, എത്രയോ ആളുകളുടെ ഇടയിൽ വളരെ ചെറിയൊരു ശതമാനം പോലും ആൾക്കാർ ഈ പറയുന്ന ഭക്തിമാർഗം ഫോളോ ചെയ്യുന്നവരുണ്ടാവില്ല, ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നവരുണ്ടാവില്ല. അതങ്ങനെയാണ് ലോകത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട്, ഗുരുജനങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അവർ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ സ്പിരിച്വൽ മാസ്റ്റർ ആവശ്യമാണ് എന്നുള്ളത്
അത്യാവശ്യമാണ് എന്നുള്ളത് ആധ്യാത്മിക പഠനത്തിനും പുരോഗതിക്കും ഭഗവാനെ നമ്മൾക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിലും, ശരിക്കും പറയുകയാണെങ്കിൽ ശാസ്ത്രങ്ങൾ പറയുന്നു ഭഗവാനിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത്. കാര്യം സ്പിരിച്വൽ മാസ്റ്റർ അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രതിനിധികളാണ്. ഭഗവാന്റെ പ്രതിനിധികളാവുമ്പോൾ ആക്ച്വലി ഭഗവാൻ തന്നെ അവരെ എംപവർ ചെയ്ത് വിടുന്നതാണ്. അതായത് അവർക്ക് ശക്തി കൊടുത്ത് ഭഗവാന്റെ ശക്തി കൊടുത്ത്, അതായത് ഉദ്ദേശിക്കുന്നത് സാധാരണ ആളുകളെ, നമ്മളെപ്പോലുള്ളവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പിരിച്വൽ മാസ്റ്ററിനെ അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരുവിനെ ഭഗവാൻ തന്നെ സെലക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ശുദ്ധ ഭക്തരെ അദ്ദേഹം സെലക്ട് ചെയ്യും. ആ ശുദ്ധ ഭക്തരിൽ ഈ ഒരു ഗുരു ആവാനുള്ള ഒരു പവർ കൊടുക്കും. അങ്ങനെ അവരാണ് പിന്നീട് നമ്മളെപ്പോലുള്ളവരെ സഹായിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും ഭഗവാന്റെ പ്രതിനിധികളാണ്. ഭഗവാന്റെ ആയതുകൊണ്ട് പ്രതിനിധി എന്ന് വിളിക്കുന്നുണ്ട്, റെപ്രസെൻറ്റേറ്റീവ് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ തന്നെ, അല്ലെങ്കിൽ ഭഗവാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ഇവർ ചെയ്യുന്നത്. നമ്മളെ ഒരു മീഡിയേറ്റർ എന്നുള്ള രീതിയിലാണ് അവരുടെ റോൾ വരുന്നത് ആക്ച്വലി. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ആധ്യാത്മിക ഗുരു വേണമെന്നുള്ളത്. കാര്യം ആ ആധ്യാത്മിക ഗുരുവാണ് നമ്മളെ ഭഗവാനിലേക്ക് കണക്ട് ചെയ്യുന്നത്, ഒഫീഷ്യലി കണക്ട് ചെയ്യുന്നത്. ഒഫീഷ്യലി കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ മുമ്പിൽ, അല്ലെങ്കിൽ നമ്മളെ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യുന്നത് ഭഗവാന്റെ അടുത്തേക്ക് ശ്രീ ഗുരുവാണ്. അപ്പോൾ ഗുരുവിൻ്റെ റെക്കമെൻഡേഷനോട് കൂടിയാലേ ഉണ്ടെങ്കിലേ ഭഗവാൻ സ്വീകരിക്കുകയുള്ളൂ. ഇതാണ് നോർമൽ ഒരു പ്രോസസ്സ് ശരിക്കും പറയുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ അവതാരമെടുത്ത് വന്ന സമയത്തും ശ്രീ ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ മഹാപ്രഭുവായി വന്ന സമയത്തുമൊക്കെ അവരൊക്കെ ഗുരുവിനെ സ്വീകരിച്ചിരുന്നു. ആ ഗുരുവിൻ്റെ ആജ്ഞപ്രകാരമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ പഠിപ്പിച്ചു തരുവാണ് ശരിക്കും എങ്ങനെയായിരിക്കണം എന്നുള്ളത്, എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നോർമൽ ഒരു പ്രോസസ്സ്. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ പറയുന്നു 2 തരത്തിലാണ് ബേസിക്കലി ഒരു കാറ്റഗറൈസേഷൻ. ഒരുപാട് ടൈപ്പ് ഓഫ് ഗുരുസ് ഉണ്ട്. അതിൽ മെയിൻലി പറയുന്നു ദീക്ഷാഗുരു, ശിക്ഷാഗുരു എന്ന്. ദീക്ഷാഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യലി ദീക്ഷ എന്ന് പറയുന്ന പ്രോസസ്സ്, ദീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യജ്ഞാനം പകർന്നു തരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു കണക്ഷൻ ഭഗവാനുമായിട്ട് ദീക്ഷാഗുരു നമുക്ക് ചെയ്തു തരുന്നു. കാര്യം ദീക്ഷാഗുരുക്കൾ ഒരുപാട് തീർച്ചയായിട്ടും അവർ ഭഗവാന്റെ പ്രതിനിധികളാണ്. അതുമാത്രമല്ല ഈ ദീക്ഷയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ക്വാളിഫിക്കേഷനും ആ ഗുരുവിന് വേണം. ഒരുപാട് ക്വാളിഫിക്കേഷൻ വേണം ആ ഒരു സ്ഥാനത്ത് എത്തണമെങ്കിൽ. അതേപോലെ തന്നെ അവർ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ടും ആ ശിഷ്യൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഉണ്ട്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശിഷ്യനെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുന്നത് വരെയുള്ള റെസ്പോൺസിബിലിറ്റി ആ ഗുരുവിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് അവരെടുക്കുന്നത്. അപ്പോൾ ശിഷ്യർ പ്രോപ്പർ അല്ലെങ്കിൽ അവർ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അത് ഭഗവാന്റെ മുമ്പിൽ അതിന് ആൻസർ കൊടുക്കേണ്ടത് ഗുരുവാണ്. അപ്പം അങ്ങനെ ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവർക്ക്. അതുകൊണ്ട് ശിഷ്യരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഗുരുവിനെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത്. ദീക്ഷാഗുരുവിൻ്റെ കാര്യം മാത്രമല്ല, ദീക്ഷാഗുരുവിൻ്റെ പ്രതിനിധിയാണ്, അല്ലെങ്കിൽ ദീക്ഷാഗുരു ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാ സമയത്തും നമുക്ക് അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നമ്മളെ ഡേ ടു ഡേ കാര്യങ്ങളിൽ നമ്മളെ ഗൈഡ് ചെയ്യാനുള്ള ഗുരുവാണ് ശിക്ഷാഗുരു. അപ്പോൾ ദീക്ഷാഗുരു എന്ന് പറയുന്ന വ്യക്തിക്ക് ദീക്ഷാഗുരു ഓൾറെഡി ശിക്ഷാഗുരുവും കൂടിയാണ്. കാര്യം അവരും നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട് ദീക്ഷാഗുരു. എന്നാൽ അഡീഷണലി ദീക്ഷാഗുരുവിന് ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് 10,000-കണക്കിന് ഡിസൈപ്പിൾസ് ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും വേണ്ടി സമയം കൊടുക്കാൻ അദ്ദേഹത്തിന് സമയം ഉണ്ടാവില്ല. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് ശിക്ഷാഗുരുക്കൾ അത്യാവശ്യമാണ് എന്നുള്ളത്. അപ്പോൾ ശിക്ഷാഗുരുക്കൾ നമ്മുടെ ഡേ ടു ഡേ സാധനയിൽ സഹായിക്കുന്നു, നമ്മുടെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുന്നു, ദിവ്യജ്ഞാനം അവരും പകർന്നു തരുന്നു. തീർച്ചയായിട്ടും അവർ ആക്ട് ചെയ്യുന്നത് ഭഗവാന്റെ പ്രതിനിധി കൂടെയാണ്. അതേപോലെ തന്നെ ദീക്ഷാഗുരുവിൻ്റെ ഒരു പ്രതിനിധിയും കൂടിയാണ് അവർ. കാര്യം ദീക്ഷാഗുരു ചെയ്യുന്ന കാര്യങ്ങൾ ദീക്ഷാഗുരു ശിക്ഷാഗുരുവിലൂടെ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയാണ്.
അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ശിക്ഷാഗുരുവിൻ്റെ സ്ഥാനവും വലിയൊരു സ്ഥാനമാണ് ശരിക്കും. നമ്മളത് പലപ്പോഴും അത് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എടുക്കുന്ന ഒരു കാര്യമാണെന്ന് മാത്രം. കാര്യം ഫാമിലിയാരിറ്റി വരുമ്പോൾ എന്നും കാണുന്നു അല്ലെങ്കിൽ എപ്പോഴും കാണുന്നു, ആ ഒരു ഫാമിലിയാരിറ്റി വരുമ്പോൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണിത്. അല്ലെങ്കിൽ പക്ഷേ അത് ശരിക്കും അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ, അത്രയും സീരിയസ് ആയിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള ഒരു ഡിവോട്ടി ആണെങ്കിൽ ശരിയാണ്. ഇനിയിപ്പോൾ ഫേക്ക് ആയിട്ടുള്ളൊരു ശിക്ഷാഗുരു ആണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ശിക്ഷ ഡിസൈപ്പിൾസിനും ഉണ്ടാവില്ല, അതുകൊണ്ട് പ്രയോജനം ആർക്കും ഉണ്ടാവില്ല. പക്ഷേ ആത്മാർത്ഥപരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശരിക്കും അദ്ദേഹം ഒരു പുരുഷനോ സ്ത്രീയോ ആരായിക്കോട്ടെ, ഹിം ഓർ ഹെർ ആരാണെങ്കിലും ശ്രീ ഗുരുവിൻ്റെ അല്ലെങ്കിൽ ശ്രീ ഗുരുവിനെ പോലെ, ശ്രീ ഗുരു പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു പാതയിൽ തന്നെ ആ ഗുരുവിൻ്റെ ആഗ്രഹം എന്താ, ദീക്ഷാഗുരുവിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ദീക്ഷാഗുരുവിൻ്റെ ആ ഒരു രീതി എന്താണോ, രീതി എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്താണോ അതനുസരിച്ചിട്ട് അതേ കാര്യങ്ങൾ തന്നെയാണ് ശിക്ഷാഗുരു പറഞ്ഞു തരുന്നത് ആത്മാർത്ഥപരമായിട്ട് എന്നുണ്ടെങ്കിൽ അക്സെപ്റ്റബിളാണ്. അപ്പോൾ ആ ഒരു ദീക്ഷാഗുരുവിൻ്റെ സ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ സ്പിരിച്വൽ, നമ്മളെപ്പോഴും ഗുരു എന്ന് പറയുമ്പോൾ, ശ്രീ ഗുരു എന്ന് പറയുമ്പോൾ അത് ദീക്ഷാ ഗുരുദേവാവാം, ശിക്ഷാ ഗുരുദേവാവാം, രണ്ടും സംഭവിക്കാം. രണ്ടും ആക്ച്വലി എല്ലാ ഗുരുക്കളും, ശ്രീ ഗുരു എന്ന് പറഞ്ഞാൽ മുഴുവനും ഗുരുതത്വം അതിൽ ഉൾപ്പെടുന്നതാണ് ശരിക്കും. ശ്രീ ബലരാമൻ മുതൽ ബാക്കിയുള്ള ദീക്ഷാഗുരു, ശിക്ഷാഗുരു എല്ലാവരും അതിൽ വരുന്നു. പിന്നെ ശിക്ഷാഗുരുവിൻ്റെ സ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു. അത് കൂടാതെ നമ്മുടെ ആചാര്യന്മാരുടെ കൂട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ പരമ്പര നോക്കിക്കഴിഞ്ഞാൽ ദീക്ഷാ പരമ്പരയേക്കാൾ കൂടുതൽ ശിക്ഷാ കണക്ഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം, ഗോർ കിഷോർ ദാസ് ബാബാജി, നമ്മുടെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിൻ്റെ ഗുരു ആയിട്ടുള്ള ഗോർ കിഷോർ ദാസ് ബാബാജി മഹാരാജ്, അദ്ദേഹം എന്നും ശ്രീല ഭക്തി വിനോദ് ഠാക്കൂറിൻ്റെ അടുത്ത് പോകാമായിരുന്നു. അദ്ദേഹത്തെ ഒരു ശിക്ഷാഗുരുവായിട്ട് കണക്കാക്കിയിരുന്നു. അദ്ദേഹം സീനിയോറിറ്റിയിൽ നോക്കുമ്പോൾ ഗോർ കിഷോർ ദാസ് ബാബാജി മഹാരാജ് ഒരുപാട് സീനിയറായിരുന്നു എല്ലാം കൊണ്ടും. പക്ഷേ അദ്ദേഹത്തെ ഒരു ശിക്ഷാഗുരുവായിട്ട് കണക്കാക്കിയിരുന്നു. അങ്ങനെ ഒരുപാട്, ഇപ്പോൾ ശ്രീനിവാസാചാര്യ, ശ്യാമാനന്ദ് പണ്ഡിറ്റും, അതേപോലെ നരോത്തം ദാസ് ഠാക്കൂർ, ഇവരെ 3 പേരുടെയും ദീക്ഷാഗുരു വേറെയാണ്. എന്നാൽ അവരുടെ 3 പേരുടെയും ശിക്ഷാഗുരു ഒരേ ഒരു വ്യക്തിയായിരുന്നു, ജീവ ഗോസ്വാമിയായിരുന്നു. അപ്പോൾ അവർ ശിക്ഷാഗുരു ജീവഗോസ്വാമിയെ പോലെ ഒരു ശിക്ഷാഗുരു കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അതായത് ദീക്ഷാഗുരു പോലെ ഈക്വലാണ്, രണ്ടുപേരും ഈക്വലി ക്വാളിഫൈഡ് ആണ്. നമ്മുടെ കാര്യങ്ങളിൽ പലപ്പോഴും പ്രാക്ടിക്കലി നമ്മുടെ അവസ്ഥയും പലപ്പോഴും അങ്ങനെ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. കാര്യം ദീക്ഷാഗുരു ഭഗവാന്റെ ശരിക്കും നിത്യപാർശ്വനായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും, നിത്യസ്ഥിതരായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. അതേ ഒരു ലെവലിൽ നമുക്കൊരു ശിക്ഷാഗുരുവിനെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അതിഗംഭീരം. അങ്ങനെ കിട്ടുന്നവരും ഉണ്ട്, ഇല്ലാത്തതില്ല. എനിക്കറിയാവുന്ന കുറേ പേരുണ്ട്. കുറച്ച് പേര്, വളരെ കുറച്ച് പേര് ഈക്വലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ശിക്ഷാഗുരുവും ദീക്ഷാഗുരുവും. അങ്ങനെ സംഭവിക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത്രയും ഒരു ലെവലിൽ ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് പോലും ഇല്ലെങ്കിൽ, 50% പോലും ഇല്ലെങ്കിൽ പോലും, അറ്റ്ലീസ്റ്റ് ആത്മാർത്ഥപരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെയും സ്വീകരിക്കാം നമ്മുടെ ഒരു ഗൈഡായിട്ട്, അല്ലെങ്കിൽ മെൻറ്ററോ അല്ലെങ്കിൽ ശിക്ഷാഗുരു എന്ത് വേണമെങ്കിൽ വിളിക്കാം, എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇവിടെ ഭഗവാനും പറയുന്നതാണ്, നമുക്ക് ആധ്യാത്മിക ജ്ഞാനം അറിയണമെങ്കിൽ, പഠിക്കണമെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം. ഗുരുവിനെ അപ്രോച്ച് ചെയ്യണം. ദീക്ഷാഗുരു, ശിക്ഷാഗുരു ആരാണ് എന്നുണ്ടെങ്കിൽ അവരെ. എന്നിട്ട് നമ്മുടെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കണം. അവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യണം. അങ്ങനെ അവരുടെ അകത്തുള്ള ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും, അവർ തത്വദർശിയായിട്ടുള്ളൊരു ഗുരുവാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ദിവ്യജ്ഞാനം പകർന്നു തരുവാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ അത് ഒരുപാട് പവർഫുള്ളാണ് ആക്ച്വലി. സോ അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു, ശ്രീ ഗുരുവിനെ അപ്രോച്ച് ചെയ്യുന്ന കാര്യം.
സോ ഇതാണ് ജനറലായിട്ട് പറയുന്ന കാര്യം. എന്നാൽ ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇനി ഗുരുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് ചോദ്യം. പലപ്പോഴുമുള്ള ഡൗട്ടാണ്. ഗുരു ദീക്ഷ എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പരമ്പരയുമായിട്ട് കണക്റ്റ് ആയില്ലെങ്കിൽ സാധിക്കുമോ എന്നൊക്കെ. പക്ഷേ ജനറൽ ഒരു പ്രോസസ്സ് പറയുന്നത് അങ്ങനെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എസൻസ് എന്താണെന്ന് വെച്ചാൽ, ആധ്യാത്മിക ലോകത്തിൽ നമ്മൾ ആരും തന്നെ നേരിട്ട് ഭഗവാനെ സേവനം ചെയ്യാൻ പോകുന്നില്ല. കാര്യം അവിടെ ഓൾറെഡി ഭഗവാന്റെ നിത്യസിദ്ധരായിട്ടുള്ള ഭക്തരുണ്ട്. നിത്യസിദ്ധരായിട്ടുള്ള ഭക്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്തർ എപ്പോഴും ഭഗവാന്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ, എപ്പോഴും അവിടെ തന്നെയാണ്. നമ്മളെപ്പോലെ ഭൗതിക ലോകത്തിൽ വന്ന് ജനിച്ച് ജന്മജരവ്യാധിയിൽ പെടാത്തവരാണ് അവർ. ഓൾറെഡി അവർ അവിടെയാണ്, അല്ലെങ്കിൽ എപ്പോഴും അവരവിടെയാണ്. അവർക്ക് നമ്മളെപ്പോലെ ഒരു വീഴ്ച എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഉണ്ടാവുമില്ല. അങ്ങനെയുള്ളവർ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളെപ്പോലുള്ള ആളുകൾ പോകുമ്പോൾ അങ്ങനെയുള്ളവരുടെ കീഴിലേ നമുക്ക് എപ്പോഴും സ്ഥാനമുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഒരു അസിസ്റ്റൻസ് ആയിട്ടാണ് നമുക്ക് സർവീസ് കിട്ടുന്നത് ആക്ച്വലി. പക്ഷേ അങ്ങനെ കിട്ടുന്നതും ഭഗവാനെ നേരിട്ട് സേവനം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമില്ല. രണ്ടിലും ഒരേ ആനന്ദം തന്നെയാണ്. പക്ഷേ എന്നാലും അതാണ് പൊസിഷൻ. അപ്പോൾ അവിടെയും ഒരു പരമ്പര സിസ്റ്റമുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇവിടെ നമ്മൾ എല്ലാം നേരിട്ട് ഡീൽ ചെയ്യണം ഭഗവാനുമായിട്ടെന്ന് വിചാരിക്കുമ്പോൾ അവിടെ പോയാൽ നേരിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. ഒരാളുടെ കീഴിൽ നിന്നുകൊണ്ട് നമ്മൾ അവരെ സേവനം ചെയ്ത് അങ്ങനെ അവർ നമ്മളെ ഭഗവാനിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ. ഇങ്ങനെ തന്നെയാണ് എല്ലാം. ഇങ്ങനെയാണ് അവിടെ ആധ്യാത്മിക ലോകത്തിൽ അങ്ങനെയാണ്. ഇപ്പോൾ രാധാറാണിയുടെ സെർവൻസായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ മഞ്ജരി അല്ലെങ്കിൽ ഗോപി ഭാവത്തിലുള്ളവർ അവരുടെ സെർവൻസായിട്ടാണ് അവർ ചാൻസസ് കിട്ടുന്നത്, അല്ലെങ്കിൽ അവരുടെ സെർവൻറ്റൊക്കെ ആയിട്ട് അങ്ങനെ. സോ ആ ഒരു പരമ്പര സിസ്റ്റം അവിടെയുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഇവിടെ വെച്ച് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ ട്രെയിൻ ചെയ്യുകയാണ്. ആക്ച്വലി അത് ആവശ്യമാണ്. ബിക്കോസ് ഇതാണ് രീതി. ഈവൻ യശോദ റാണിയുടെ സ്ഥാനം നമുക്ക് ആർക്കും കിട്ടാൻ പോകുന്നില്ല. എന്നാൽ യശോദ റാണിയെ അസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു അമ്മയുടെ ഭാവത്തിൽ നമുക്ക് അതിനുള്ള ഒരു യോഗ്യത കിട്ടുവാണെങ്കിൽ സാധിക്കും. അപ്പോൾ അവർ ഭഗവാനെ സേവിക്കുന്നുണ്ടാവും, മകനെ പോലെ കാണുന്നുണ്ടാവും, വാത്സല്യരസമായിരിക്കും. എന്നാലും അത് യശോദറാണിയുടെ സ്ഥാനം മാറ്റി വെച്ചിട്ടല്ല. ആ ഒരു കാര്യം അവിടെയും അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളതാണ്. അപ്പോൾ ഇത് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ശാസ്ത്രങ്ങൾ അതുകൊണ്ട് ക്ലിയറായിട്ട് പറയുന്നു, ഈ ഗുരുജനങ്ങൾ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഒഫീഷ്യലി ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കണക്ട് ചെയ്ത് തരും. ഇതാണ് പുതുതായിട്ട് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകളാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഭഗവാൻ ചോദിക്കും ആരുടെ കീഴിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഇത് വെറുതെ പറയുന്നല്ല, ആരാണ് ഗുരു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന ഗുരുവിൻ്റെ അല്ലെങ്കിൽ ഇന്ന നിത്യസിദ്ധരായിട്ടുള്ള ഭക്തരുടെ കീഴിലായിരുന്നു ഇവർ ട്രെയിനിങ് എടുത്തിട്ടുള്ളത് ഇവിടെ മെറ്റീരിയൽ വേൾഡിൽ. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഗുരുവിൻ്റെ കീഴിൽ തന്നെ ആയിരിക്കാം. ആ ഗുരുവിൻ്റെ രൂപം എന്ത് രൂപമാണെന്നറിയില്ല. സഖ്യരസത്തിലാണെങ്കിൽ സുഹൃത്തിൻ്റെ രൂപമായിരിക്കും, ഒരു മെയിൽ ബോഡി ആയിരിക്കും. ഇനി ഗോപി ഭാവമാണെങ്കിൽ ഇനി അങ്ങനെയായിരിക്കും, അറിയില്ല. അതെല്ലാം ഗുരുവിൻ്റെ ഒരു മൂഡ് പോലെ ഇരിക്കും. എന്നാൽ ഗൗഡീയ വൈഷ്ണവരുടെ ഇത് പറയുകയാണെങ്കിൽ 2 സ്വരൂപങ്ങളാണ് പറയുന്നത്. ഒന്ന് രാധാകൃഷ്ണൻ്റെ അസിസ്റ്റൻസ് ആയിട്ടുള്ള ഗോപികമാരും മഞ്ജരി ഭാവവും. 2 മഹാപ്രഭുവിൻ്റെ കൂടെ ഉള്ള മെയിൽ അസോസിയേറ്റ്സ്. അപ്പോൾ അത് ഗൗഡീയ വൈഷ്ണവരുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. ആചാര്യന്മാർ പറയുന്നത് ആക്ച്വലി 2 സ്വരൂപം, 2 കാര്യം, 2 സംഭവം ഉണ്ട് നമുക്ക് ആക്ച്വലി അവിടെ. ഗോലോക വൃന്ദാവനത്തിലെ കാര്യമാണ് പറയുന്നത്. കാര്യം ഗോലോക വൃന്ദാവനത്തിലും കൃഷ്ണലീലയും ചൈതന്യലീലയും പാരലലി നടക്കുന്നുണ്ട് 2 സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ ഗൗഡീയ വൈഷ്ണവർക്ക് 2 സ്ഥലത്തും പോകുന്നു. കാര്യം രാധാകൃഷ്ണനാണ് മഹാപ്രഭു, ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണ, ശ്രീകൃഷ്ണ ചൈതന്യ രാധാകൃഷ്ണൻ നഹി തന്നെയാണ്, അവർ തമ്മിൽ വ്യത്യാസമില്ല. സോ ആ ലീലയും നടക്കുന്നു. അപ്പോൾ അവിടെ ഈ പറയുന്ന ഗോപിക അല്ലെങ്കിൽ മഞ്ജരിമാരോ എല്ലാവരും അവരും അവിടെ മെയിൽ ഫോമിലുണ്ട് മഹാപ്രഭുവിനെ അസിസ്റ്റ് ചെയ്യാൻ. അതേപോലെ നമ്മളും നിത്യസിദ്ധര അവിടേക്ക് പോകുന്ന സമയത്ത്, സാധന സിദ്ധി നേടി അവിടെ അങ്ങോട്ട് പോകുന്ന സമയത്ത് അങ്ങനെ ഒരു പൊസിഷനാണ് കിട്ടുന്നത്. ഇത് നമ്മുടെ ആചാര്യന്മാർ പറയുന്നുണ്ട്. അതൊരു കാര്യം കൂടിയാണ്.
അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നേരത്തെ പറഞ്ഞത്, അപ്പോൾ ഗുരു ഇല്ലെങ്കിൽ ഭഗവാനിലേക്ക് എത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം അതാണ് ശരിക്കും പറയുന്ന രീതി. ഇനി ചിലപ്പോൾ ചില സ്പെഷ്യൽ കേസുകളിൽ ഭഗവാൻ തന്നെ നേരിട്ട് ഡീൽ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയും നടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നേരിട്ട് കൊണ്ടുപോയി കൂടായികയില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ചിലപ്പോൾ ഈ ജന്മത്തിൽ അങ്ങനെയും ചിലപ്പോൾ സംഭവിക്കുക. നമ്മൾ പറയും ഇന്ന വ്യക്തി ഗുരു ഉണ്ടായിരുന്നില്ല, പക്ഷെ നേരെ ഭഗവാൻ വന്ന് കൊണ്ടുപോയി അങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അത് സത്യമായിരിക്കും, സത്യമാവാം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ചിലപ്പോൾ ഭഗവാൻ നേരിട്ട് വന്ന് കൊണ്ടുപോയിട്ടുണ്ടാവും. ഭഗവാൻ എന്തും ചെയ്യാം, ആരെ വേണമെങ്കിലും കൊണ്ടുപോകാം അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ. രണ്ടാമത്തെ കാര്യം, അവർ ചിലപ്പം ഇതിനു മുമ്പുള്ള ജന്മങ്ങളിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഗുരു ഉണ്ടായിരുന്നിട്ടുണ്ടാവും. എന്നാൽ ഈ ജന്മത്തിൽ വന്നപ്പോൾ ഒരുപക്ഷെ അപ്പോൾ ആ വേണ്ട ക്വാളിഫിക്കേഷനൊക്കെ ഓൾറെഡി കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ പോകാനുള്ള സമയം അന്ന് ആയിട്ടുണ്ടാവില്ല, പക്ഷെ കൊണ്ടുപോകുന്നത് ഭഗവാൻ ഇപ്പോഴായിരിക്കും. അങ്ങനെയും സംഭവിക്കാം. സോ പല ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ പുറകിൽ. അതുകൊണ്ട് നമുക്കൊരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടുള്ളൊരു ആൻസർ പറയാൻ പറ്റില്ല. എന്നാലും ജനറലായിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു പരമ്പര സിസ്റ്റമാണ് ഉണ്ട്. അത് ഭഗവാൻ തന്നെ അവതാരമെടുക്കുമ്പോഴും നമ്മളെ പഠിപ്പിച്ച് തരുന്നുണ്ട്. അതാണ് അതിൻ്റെ രീതി എന്നുള്ളത്. സോ അതുകൊണ്ടാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വേറൊരു കാര്യം കൂടെ അഡീഷണലി ശാസ്ത്രങ്ങളിൽ പറയുന്നു. എന്താണെന്ന് വെച്ചാൽ, ഗുരുവിൻ്റെ റോളിനെ കുറിച്ച്. കാര്യം ഗുരു നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയി ഡയറക്റ്റ്ലി നമുക്ക് സേവനത്തിലേക്ക്, ഭഗവാന്റെ സേവനത്തിലേക്ക് നമ്മളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ പോയിട്ട് നമ്മളെ ആ ഒരു ടീമിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഗുരുവിൻ്റെ റോൾ അതാണ്. നേരെ മറിച്ച് ഗുരു ഇല്ലാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സേവനം എന്ന് പറയുന്നത് കിട്ടാൻ ചിലപ്പോൾ ചാൻസ് കുറവാണ്. അതുകൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ നമുക്ക് ദർശനം കിട്ടും ഭഗവാന്റെ. നമുക്ക് ഗുരുവൊന്നുമില്ല എന്ന് വയ്ക്കുക, പക്ഷെ വളരെ നല്ലൊരു ഭക്തനാണ്, സിൻസിയറായിട്ട് നാമം ജപിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ട് ഭഗവാനെക്കുറിച്ച്. സ്വന്തമായിട്ട് ഒറ്റയ്ക്കിരുന്ന് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ഗുരുവിനെ സ്വീകരിച്ചിട്ടില്ല ഒഫീഷ്യലി ആരെയും. എന്നാലും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവർക്കും ഭഗവാന്റെ ദർശനം കിട്ടും. ഒരുപക്ഷെ ഭഗവാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളും ചെയ്യും. എന്നാലും ആ സർവീസ് എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ അവിടെ ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. കാര്യം അവിടെയുള്ള പ്രോസസ്സ് അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഗുരു പരമ്പര സിസ്റ്റത്തിലാണ് സർവീസ് ഉള്ളത്. അപ്പോൾ സർവീസിന് നമ്മൾക്ക് അവിടേക്ക് എലിജിബിൾ ആവണമെങ്കിൽ, രാധാകൃഷ്ണ സേവ പാവോ ഏ അഭിലാഷി സേവ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഗുരു പരമ്പര ഉണ്ടാവണം, സിസ്റ്റം ഉണ്ടാവണം. ഇല്ലെങ്കിൽ കിട്ടില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ശാന്തരസത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാവത്തിലായിരിക്കും നമുക്ക് അവിടെ പോകാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ പോകുന്നുണ്ടാവും, ബട്ട് ചില ഒരു പരിധിക്ക് അപ്പുറം നമുക്ക് എൻട്രി ഉണ്ടാവില്ല. കാര്യം സർവീസ് ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ ഒരു പക്ഷേ ചാൻസ് കിട്ടില്ല. ഇതാണ് ഗുരു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉള്ള വ്യത്യാസം. അപ്പോൾ ലിബറേഷൻ കിട്ടും, മുക്തി കിട്ടുമായിരിക്കും, ഭഗവാന്റെ ദർശനം കിട്ടുമായിരിക്കും, ഒരുപക്ഷെ ഭഗവാന്റെ പോലെയുള്ള രൂപവും കിട്ടുമായിരിക്കും, അങ്ങനെ പലതും സംഭവിക്കുമായിരിക്കും. പക്ഷേ സേവനം വേണമെങ്കിൽ ഗുരു ആവശ്യമാണ് എന്നും ശാസ്ത്രങ്ങളിൽ പറയുന്നു. ത്വം ഗോപികാ വൃഷരവേ സ്തനയാന്തി കേസി സേവാധികാരിണി ഗുരോ നിജപാദപത്മേ ദാസ്യം പ്രദായ കുരു മാം വ്രജകാനനേ ശ്രീ രാധാംഗ്രി സേവനരസോ സുഖിനും സുഖാപ്തോ. ഈ ശ്ലോകത്തിൽ പറയുന്നത് ഗുരുവിൻ്റെ സ്വരൂപം, ഗൗഡിയ ഗുരുവിൻ്റെ സ്വരൂപം, ഗൗഡിയ വൈഷ്ണവരായിട്ടുള്ള ഗുരുവിൻ്റെ സ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത്. രാധാറാണിയുടെ സെർവൻ്റ്, മെയ്ഡ് സെർവൻ്റ് എന്നുള്ളൊരു പൊസിഷൻ, അതായത് മഞ്ജരി ഭാവം ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് സിസ്റ്റം. അപ്പോൾ എനിവേ, ജസ്റ്റ് ഫോർ ദ ഇൻഫർമേഷൻ. അപ്പോൾ ഇന്നത്തെ ദിവസം ആക്ച്വലി അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇന്ന് ശ്ലോകം വായിച്ചില്ല. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗുരു ഉണ്ട് നമുക്കെല്ലാവർക്കും. ആ പരമ്പരയിൽ ഭഗവാന്റെ അംശാവതാരമായിട്ടുള്ള ശ്രീ മഹാദേവൻ, ഭഗവാൻ ശിവൻ തീർച്ചയായിട്ടും ഗുരുസ്ഥാനത്തുള്ള വ്യക്തി തന്നെയാണ് നമുക്കെല്ലാവർക്കും, ഒരു സംശയവുമില്ല കാര്യത്തിൽ. കാര്യം കമ്പാഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം, കമ്പാഷൻ എന്ന് പറഞ്ഞ് എന്താണ്? കാരുണ്യം, മറ്റുള്ളവരോട്, അതായത് ഒന്നുമില്ലാത്തവരെ സഹായിക്കാനുള്ള ആ ഒരു മഹാകാരുണ്യം, അത്
മഹാദേവനെ പോലെ വേറെ ആർക്കുമില്ല, ഭഗവാൻ ശിവനെ പോലെ വേറെ ആർക്കുമില്ല ശരിക്കും. ഞാൻ പറയുന്നത് ഭഗവാൻ വിഷ്ണുവിന് ഓഫ് കോഴ്സ് ഉണ്ട്, ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്, വിഷ്ണുവിൽ നിന്നാണ് ശിവൻ വരുന്നത്. സോ അതുകൊണ്ട് മറ്റുള്ള നമ്മൾ പറയുന്നത് മറ്റുള്ള ദേവന്മാരെക്കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ മഹാദേവൻ്റെ സ്ഥാനം ഏറ്റവും ആദ്യം തന്നെയാണ്, ഒരു സംശയവുമില്ല കാര്യത്തിൽ. ബ്രഹ്മാവിനേക്കാൾ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. വൈഷ്ണവാനം യഥാ ശംഭു, എല്ലാ വൈഷ്ണവരിലും വെച്ച് വരിഷ്ഠനായിട്ടുള്ള വൈഷ്ണവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമദ് ഭാഗവതം പറയുന്ന ശ്ലോകമാണ് വൈഷ്ണവാനം യഥാ ശംഭു. ശംഭു അല്ലെങ്കിൽ മഹാദേവനാണ് വരിഷ്ഠനായിട്ടുള്ള വൈഷ്ണവൻ എന്ന് പറയുന്നുണ്ട് ശ്രീമദ് ഭാഗവതം തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ശിവരാത്രിയാണ് ഇന്ന്. സോ ഇന്നത്തെ ദിവസം ശ്രീ മഹാദേവൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. ഇന്നത്തെ ദിവസം മാത്രമല്ല, എല്ലായ്പ്പോഴും ഭഗവാൻ ശിവൻ്റെ പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികമുണ്ട് നമ്മുടെ ലൈഫിൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ വിചാരിക്കും കൃഷ്ണൻ, അപ്പോൾ മഹാദേവൻ അവിടെയുണ്ടോ, വൃന്ദാവനത്തിലുണ്ടോ, ഗോലോക വൃന്ദാവനത്തിലോ അവിടെയുണ്ടോ എന്നുള്ള ഡൗട്ട്സൊക്കെ ഉണ്ടാവും നമുക്ക്. മഹാദേവൻ എല്ലായിടത്തും ഉണ്ട്. എന്നാൽ അതായത് അദ്ദേഹം ശുദ്ധഭക്തനാണ് ഒന്ന്. രണ്ടാമത് അദ്ദേഹം ഭഗവാന്റെ തന്നെ ഒരു എക്സ്പാൻഷൻ പോലെയാണ്, അതിനൊരു സംശയവുമില്ല. ബ്രഹ്മസംഹിതയിൽ പറയുന്ന എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, പാലും തൈരുമായിട്ടുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണോ അതേപോലെയാണ്. ഇപ്പോൾ രണ്ടും പാലിൻ്റെ മിൽക്ക് പ്രൊഡക്റ്റാണ് അല്ലേ. പാല് ഓഫ് കോഴ്സ് മിൽക്ക് പ്രൊഡക്റ്റാണ്, തൈരും മിൽക്ക് പ്രൊഡക്റ്റാണ്, നമുക്കറിയാം. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫങ്ഷൻ വ്യത്യാസമുണ്ട് അല്ലേ, ഫങ്ഷൻ വ്യത്യാസമുണ്ട്. പ്രോട്ടീനും കോമ്പോസിഷനും നോക്കിക്കഴിഞ്ഞാൽ രണ്ടും മിൽക്ക് പ്രൊഡക്റ്റാണ്, എന്നാൽ ഫങ്ഷൻ വ്യത്യാസമുണ്ട്. ഉപയോഗിക്കുന്ന കാര്യങ്ങളും വ്യത്യാസം വരുന്നു അല്ലേ. പാൽ ഉപയോഗിക്കുന്ന, ചിലപ്പോൾ വയറിന് സുഖമില്ലാതിരിക്കുന്ന സമയത്ത് പാല് കുടിച്ച് വയറിന് അസുഖം വന്നാൽ ചിലപ്പോൾ തൈരായിരിക്കും മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെയും ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ ബ്രഹ്മസംഹിത പറയുന്നു, ഭഗവാൻ പാലാണെങ്കിൽ തൈര് പോലെയാണ് ശിവൻ, മഹാദേവൻ. അപ്പോൾ തൈരിന് ഒരിക്കലും തിരിച്ച് പാലാവാൻ സാധിക്കില്ല. ഒരിക്കൽ തൈരായി കഴിഞ്ഞാൽ തൈരാണ് അല്ലേ. അതേപോലെ മഹാദേവന് ഒരിക്കലും കൃഷ്ണനാവാൻ സാധിക്കില്ല. എന്നാൽ കൃഷ്ണന് തൈരാവാം, ആര് വേണമെങ്കിൽ ആവാം, തൈരാവാം, നെയ്യാവാം, എന്ത് വേണമെങ്കിൽ. അതാണ് വ്യത്യാസം. എന്നാലും അദ്ദേഹം ഈക്വലി പൊട്ടൻ്റാണ്. അപ്പോൾ ഒരു ക്വാളിറ്റീസ് പറയുമ്പോൾ ശാസ്ത്രങ്ങളിൽ പറയുന്നു, ഭഗവാൻ കൃഷ്ണന് 64 ക്വാളിറ്റീസാണ് പറയുന്നത്, അതായത് 100%. അപ്പോൾ 64 ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ ശതമാനം പ്രകാരം പറയുവാണെങ്കിൽ 100% ഭഗവാൻ എല്ലാം ഉണ്ട്. അപ്പോൾ വിഷ്ണു ആണെങ്കിൽ 60 ക്വാളിറ്റീസാണ് പറയുന്നത്. പിന്നീട് വരുന്ന മഹാദേവനാണ്, മഹാദേവൻ്റെ സ്ഥാനമാണ് വിഷ്ണു കഴിഞ്ഞു കഴിഞ്ഞാൽ 55 ക്വാളിറ്റീസ് പറയുന്നു. ബ്രഹ്മാവിന് 50 ക്വാളിറ്റീസും. അപ്പോൾ ജീവതത്വങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന സ്ഥാനം ബ്രഹ്മാവനാണ്. ജീവതത്വത്തിൽ വെച്ച് നമ്മളെല്ലാവരും ആക്ച്വലി ആ ഒരു ബ്രഹ്മാവിൻ്റെ ആ ഒരു ലൈനിൽ വരുന്നവരാണ്. കാര്യം ജീവതത്വങ്ങളാണ് അല്ലെങ്കിൽ ജീവാത്മാക്കളാണ്. അപ്പം നമുക്ക് മാക്സിമം ഒരു ജീവാത്മാവിന് കിട്ടാൻ പറ്റുന്ന ഈ ഭൗതിക ലോകത്തിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ പൊസിഷനാണ് ബ്രഹ്മാവിൻ്റെ. അപ്പോൾ ബ്രഹ്മാവിൻ്റെ പൊസിഷനാണ് ആക്ച്വലി. ബ്രഹ്മാവ് എന്ന് പറയുന്നത് ഒരു സ്ഥിരമായിട്ട് ഒരേ വ്യക്തിയല്ല, അത് ഒരു ബ്രഹ്മാവിൻ്റെ ആയുസ് ഉള്ളവരെ അദ്ദേഹമാണ് റോൾ എടുക്കുന്നത്. അതേപോലെ ആർക്ക് വേണമെങ്കിലും ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ബ്രഹ്മാവാം. ഈവൻ നമുക്ക് ഓരോരുത്തർക്കും ആവാനും സാധിക്കും ബ്രഹ്മാവിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ. ഒരു പക്ഷേ ആയിട്ടും ഉണ്ടാവും, അറിയില്ല. നമ്മൾ പറയാറുണ്ട് ഇന്ദ്രനും ചന്ദ്രനും ഒക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു പക്ഷേ ഇതിനു മുമ്പ്. ഇനി ആവാനുള്ള ക്വാളിഫിക്കേഷനും നമുക്ക് കിട്ടുവാണെങ്കിൽ ആവാൻ സാധിക്കും. കാര്യം ഇതൊക്കെ പോസ്റ്റുകളാണ്, ഇത് ഇപ്പോൾ ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അതിനൊരു കാലയളവുണ്ട്. ആ കാലയളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾ ആ റോൾ എടുക്കും. അങ്ങനെയാണ്. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ റോള് ഏത് ജീവതത്വത്തിനും ജീവാത്മാവിനും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, മാക്സിമം പോയി കഴിഞ്ഞാൽ ഏതൊരു ജീവാത്മാവിനും കിട്ടാവുന്ന ക്വാളിറ്റീസ് 50നും കൂടുതൽ കിട്ടില്ല. ബ്രഹ്മാവിൻ്റെയാണ് മാക്സിമം. അപ്പോൾ ശിവൻ വരുന്നത് 55, അതിന് എത്രയോ മുകളിലാണ്. അപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആർക്കും ശിവനാവാൻ സാധിക്കില്ല. അതാണ് പറയുന്നത്. ഹീസ് യുണീക്ക്. ഭഗവാന്റെ എക്സ്പാൻഷൻ പോലെ തന്നെയാണ്. ഭഗവാന്റെ അവതാരങ്ങളൊന്നും ആവാൻ നമുക്ക് സാധിക്കില്ലല്ലോ. അതേപോലെ വിഷ്ണു ആവാൻ നമുക്ക് സാധിക്കില്ല, കൃഷ്ണൻ ആവാനും സാധിക്കില്ല, ഇനി വേറെ അവതാരങ്ങളൊന്നും ആവാൻ സാധിക്കില്ല.
അതേപോലെ ശിവനാവാനും നമുക്ക് സാധിക്കില്ല. ബ്രഹ്മാവാൻ ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സാധിക്കാം വേണമെങ്കിൽ. ഈ ഒരു കാര്യം മനസ്സിലാക്കണം. അതേപോലെ ഭഗവാൻ ശിവൻ്റെ സ്ഥാനം ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഭൗതിക ലോകത്തിലെ ഒരു ക്രിയേഷൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ, ഈ ഒരു മെറ്റീരിയൽ വേൾഡ് ഭൗതിക ലോകം ക്രിയേറ്റ് ചെയ്തതിൽ ശിവൻ്റെ റോള് വളരെയധികമാണ്. ഭഗവാൻ ശിവൻ്റെയും പാർവതി ദേവിയുടെയും കാര്യം നമുക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷേ റിവിഷൻ ആവട്ടെ, തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം മഹാദേവനെക്കുറിച്ച് നമ്മൾ ഓർക്കണം, അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കണം. അദ്ദേഹം ആക്ച്വലി ഭഗവാൻ വിഷ്ണു സൃഷ്ടി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് നമുക്കറിയാം അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു എന്നുള്ളതൊക്കെ. എന്നാൽ ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു ശരി, പക്ഷേ അതെല്ലാം അപ്രകടമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആദ്യം ഉണ്ടാവുന്നത് സൃഷ്ടി നടക്കുന്ന സമയത്ത്. അതായത് അതിൽ ജീവജാലങ്ങളൊന്നും ആക്ടിവേറ്റ് ആയിട്ടില്ല. അപ്പോൾ പിന്നീട് ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു, കാരണ ഉദകസായ വിഷ്ണു അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ മഹാവിഷ്ണുവാണ് പിന്നീട് ഈ ജീവജാലങ്ങളെ ആക്ച്വലി പ്രകൃതി എന്ന് പറയുന്ന പ്രകൃതിയുടെ ഗർഭത്തിലേക്ക് ആക്ച്വലി കൊടുക്കുന്നത്. ഒരു ബീജം കൊടുക്കുന്നത് ആരാണ്? വിഷ്ണുവാണ്. എന്നാൽ വിഷ്ണു അങ്ങനെ കാര്യം പ്രകൃതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ഒരു ദേവി ആയതുകൊണ്ട് ഒരു സ്ഥാനം കൊടുത്തിട്ടുള്ളത് പാർവതി ദേവിക്കാണ്, ഭൂമി അല്ലെങ്കിൽ ദുർഗാദേവി എന്ന് പറയുമ്പോൾ. അപ്പോൾ ദുർഗാദേവി ഭഗവാന്റെ ഭാര്യയല്ല ശരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്. സോ അതുകൊണ്ട് നേരിട്ട് അത് ചെയ്യാത്തത് കൊണ്ട് മഹാദേവനെ ആക്ച്വലി അവിടെ കൊണ്ടുവരുന്നു ശിവൻ. അപ്പോൾ ശിവനാണ് ഓൺ ബിഹാഫ് ഓഫ് വിഷ്ണു ഈ പറയുന്ന ബീജം കൊണ്ടുപോയി പാർവതി ദേവിയിലേക്ക്. ഇത് പറയുന്നത് വലിയ ഈ മെറ്റീരിയൽ വേൾഡിൻ്റെ ക്രിയേഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ യൂണിവേഴ്സ് അല്ല പറയുന്നത്, ഈ യൂണിവേഴ്സിൻ്റെ കാര്യം മാത്രമല്ല, മെറ്റീരിയൽ വേൾഡ് ഭൗതിക ലോകം മുഴുവനും പറയുന്ന അതിൻ്റെ ക്രിയേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ മഹാദേവനാണ്, ശിവനാണ് ആക്ച്വലി ഇത് ക്യാരി ചെയ്യുന്നത്, ബീജത്തെ ക്യാരി ചെയ്ത് പ്രകൃതി അല്ലെങ്കിൽ ഭൂമി ദുർഗാദേവിയിലേക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണ് ആക്ച്വലി. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് ഭഗവാന്റെ ദൃഷ്ടിയിലൂടെയാണ്. ആക്ച്വലി ഭഗവാൻ ജസ്റ്റ് ഗ്ലാൻസ് ചെയ്യുന്നേ ഉള്ളൂ, നോക്കുന്നേ ഉള്ളൂ. അപ്പോഴാണ് ഇത് കൊണ്ടുപോകുന്നത്, ശിവനാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് പിന്നീടാണ് ഇവിടെ ജീവജാലങ്ങൾ ഉണ്ടാവുന്നതും ഇവിടെ മറ്റുള്ള പ്ലാനറ്റുകൾ ആക്ടിവേറ്റ് ആവുന്നത്. എവ്രിതിങ് ഭൗതിക ലോകത്തിലെ എല്ലാ യൂണിവേഴ്സുകളും ആക്ടിവേറ്റ് ആവുന്നത് ഇങ്ങനെയാണ് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഭൗതിക ലോകത്തിലെ കാര്യം നോക്കുമ്പോൾ നമ്മൾ ശിവൻ്റെ റോള് ഒരുപാട് കൂടുതലാണ്. അദ്ദേഹമാണ് ഓൺ ബിഹാഫ് ഓഫ് വിഷ്ണു കാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും മഹാദേവനെ ജഗത് പിത എന്ന് വിളിക്കുന്നു, ദേവിയെ ദുർഗാദേവിയെ ജഗത് മാത എന്ന് വിളിക്കുന്നു. കാരണം ഇതാണ് ആക്ച്വലി. പക്ഷേ ഇതിൻ്റെ പുറകിൽ വിഷ്ണു ആണ് എന്നുള്ളത് ആളുകൾക്ക് അറിയില്ല. ആളുകൾക്ക് അറിയുന്നത് ജഗത് പിത ജഗത് മാത, അതുകൊണ്ട് ശിവനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് വിചാരിക്കുന്നു. അതിനപ്പുറത്ത് വിഷ്ണു ഉണ്ടെന്നുള്ളത് കാര്യം അവർക്ക് അറിയില്ല എന്ന് മാത്രം. ആക്ച്വലി ഭഗവാൻ വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം വിഷ്ണു ആണ് ആ ഒരു ദൗത്യം കൊടുക്കുന്നത് ആക്ച്വലി. അത് ഇവിടെ ഭൗതിക ലോകത്തിലെ ക്രിയേഷന് വേണ്ടിയിട്ട് അദ്ദേഹം സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത് ഇന്നത്തെ ദിവസം. ഇതാണ് ശിവതത്വം, ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം കാര്യം ശിവൻ ഭഗവാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഭഗവാൻ എന്ത് പറയുന്നു അത് റെഡിയാണ് ചെയ്യാൻ. അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം അദ്ദേഹം ഏറ്റവും ക്രിയേഷനിൽ അദ്ദേഹത്തിന് റോളുണ്ട്. പലപ്പോഴും നമ്മൾ സംഹാരത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് പറയുക മഹാദേവനാണ് സംഹാരം ചെയ്യുന്നത്. ഓക്കെ, സംഹാരത്തിൽ അദ്ദേഹത്തിന് റോളുണ്ട്. ശിവതാണ്ഡവം നടത്തി സംഹാരത്തിൻ്റെ സമയത്ത് അദ്ദേഹം അത് ചെയ്യുന്നു. പക്ഷെ ക്രിയേഷൻ്റെ സമയത്തും സൃഷ്ടിയുടെ സമയത്തും അദ്ദേഹത്തിന് പങ്കുണ്ട് ആക്ച്വലി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. അപ്പോൾ അത് ക്രിയേഷനിലും ഡിസ്ട്രക്ഷനും അല്ലെങ്കിൽ സംഹാരത്തിലും അല്ലെങ്കിൽ സൃഷ്ടി സംഹാരത്തിലും അദ്ദേഹത്തിൻ്റെ റോള് നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മഹാകാരുണ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഇൻസ്റ്റൻസസ് ഉണ്ട് നമുക്ക് എടുത്തു പറയാൻ, ഓർക്കാൻ. ഭഗവാൻ ഈ സൃഷ്ടിയെല്ലാം നടത്തിയതിന് ശേഷം ശിവനും അതിൽ പാർട്ടായിരുന്നു. പിന്നെ അദ്ദേഹം എക്സ്പാൻഡ് ചെയ്യുന്നു,
രുദ്രന്മാരായിട്ട്. ആ രുദ്രനാണ് ബ്രഹ്മാവിൻ്റെ നെറ്റിയിൽ നിന്ന് വരുന്നതായിട്ട് കേട്ടിട്ടുണ്ടാവും നമ്മൾ. ബ്രഹ്മാവിൻ്റെ നെറ്റിയിൽ നിന്ന് ശിവൻ വരുന്നു എന്നുണ്ട്. അത് രുദ്രൻ എന്ന് പറയുന്ന മഹാദേവൻ്റെ വേറെ എക്സ്പാൻഷനാണ് ആക്ച്വലി. സൃഷ്ടിക്ക് സഹായിക്കുന്നത് വ്യക്തി വേറെ. അത് ആദ്യം പറയുകയാണ്, സദാശിവൻ എന്ന് പറയുന്ന ചതുർഭുജമൂർത്തി, വിഷ്ണുവിനെ പോലെ ചതുർഭുജമൂർത്തിയായിട്ടുള്ള ഒരു ശിവനുണ്ട്. അതാണ് ഒറിജിനൽ ശിവൻ. നമ്മൾ പറയുന്ന പോലെ നാരായണൻ കഴിഞ്ഞ് പിന്നെ എക്സ്പാൻഷൻ വരുന്നു, മഹാവിഷ്ണുവൊക്കെ പിന്നീട് വരുന്നതാണ് അല്ലേ. അതേപോലെ ഭഗവാൻ ശിവൻ സദാശിവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ഫോം. അദ്ദേഹം ഇരിക്കുന്നത് ആക്ച്വലി ആധ്യാത്മിക ലോകത്തിലാണ്, അതായത് ഭൗതിക ലോകം കഴിഞ്ഞ് അതിൻ്റെ മുകളിലാണ്. നമ്മളന്ന് ഗോലോക ചാർട്ട് കാണിച്ച സമയത്ത് കാണിച്ചിരുന്നു. ഈ ക്ലാസ്സിലാണോ വേറെ ക്ലാസ്സിലാണോ എന്നറിയില്ല. എനിവേ വേറെ ദിവസം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എനിവേ മെറ്റീരിയൽ വേൾഡിൻ്റെ പുറത്താണ് സദാശിവലോകം ഇരിക്കുന്നത്. അവിടെ ചതുർഭുജമൂർത്തിയായിട്ടാണ്, വിഷ്ണുവിൻ്റെ രൂപത്തിലാണ്. വിഷ്ണുവിനെ പോലെ 4 കൈകളൊക്കെ ഉണ്ട്. ആർക്ക്? ശിവന്. സദാശിവൻ എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പാൻഷനാണ് പിന്നീട് ശംഭു മഹാദേവൻ നമ്മളെ സൃഷ്ടിയുടെ സമയത്ത് നമ്മുടെ മഹാവിഷ്ണുവിനെ സഹായിക്കുന്നത്. ആ ശംഭുവിൻ്റെ പിന്നീട് വരുന്ന എക്സ്പാൻഷൻസാണ് രുദ്രൻ എന്ന് പറഞ്ഞു. 11 രുദ്രന്മാരുണ്ട് ആക്ച്വലി. അപ്പോൾ ബ്രഹ്മാവ് പിന്നീട് ബ്രഹ്മാവിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? സെക്കൻഡറി ക്രിയേഷൻ, അതായത് പ്രകൃതിയെല്ലാം സൃഷ്ടിച്ചു, ജീവജാലങ്ങളെ ഇംപ്രഗ്നേറ്റ് ചെയ്തു. ഇനി ബ്രഹ്മാവിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഓരോ ആളുകളെ കർമ്മം അനുസരിച്ചിട്ടും അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂട്ടുക എന്നുള്ളതാണ് ആയിരുന്നു ബ്രഹ്മാവിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അത് ചെയ്യുന്ന കൂട്ടത്തിൽ മഹാദേവൻ വരുന്നുണ്ട്. കാര്യം മഹാദേവൻ്റെ ആവശ്യമുണ്ട് ഇതിന് സംഹാരത്തിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭാഗവതത്തിൽ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ നിന്ന് വന്നു, ബ്രഹ്മാവിൻ്റെ നെറ്റിയിൽ നിന്ന് രുദ്രൻ വന്നു എന്നുള്ളത്. അതിൽ ആ ശംഭു എന്ന് പറയുന്നത് സദാശിവൻ്റെ എക്സ്പാൻഷനാണ് ആക്ച്വലി. അദ്ദേഹമാണ് പിന്നെ ഇവിടെ ഈ പറയുന്ന ഗുണാവതാരത്തിൻ്റെ റോളെടുത്ത് സംഹാരത്തിൻ്റെ സമയത്ത് ഭഗവാനെ സഹായിക്കുന്നത്. ആ ഭഗവാൻ മഹാദേവൻ ദേവന്മാരുടെ കൂട്ടത്തിൽ ദേവനായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ്. തീർച്ചയായിട്ടും ദേവന്മാരെക്കാൾ ഉയർന്ന സ്ഥാനമാണ് അദ്ദേഹത്തിന് എന്നുണ്ടെങ്കിലും ഡെമി ഗോഡ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പലപ്പോഴും ശിവനെ പറയും. പക്ഷെ എന്നാലും അതിനേക്കാൾ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. അപ്പോൾ സൃഷ്ടി നടക്കുന്ന സമയത്ത് ബ്രഹ്മാവ് ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റി കൊടുത്തു. സൂര്യദേവനായിട്ട് ഒരാളെ അപ്പോയിൻ്റ് ചെയ്തു ആദ്യത്തെ പ്രാവശ്യം. അതിനുശേഷം ഇന്ദ്രനായിട്ട് ഒരാളെ അപ്പോയിൻ്റ് ചെയ്യുന്നു, ചന്ദ്രനായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നു, വായുവിനെ ഇൻചാർജ് കൊടുക്കുന്നു ഒരാൾക്ക്. അതേപോലെ വരുണൻ വെള്ളത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കും എല്ലാം കൊടുക്കുന്നു. അവസാനം 2 ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം എടുക്കാൻ ആൾക്കാരില്ല. 33 കോടി ദേവന്മാർ ഉണ്ടെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി ബ്രഹ്മാവ് കൊടുത്തു. 2 ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ മാത്രം ആൾക്കാരില്ല, ആരും മുന്നോട്ട് വരുന്നില്ല. ആ 2 ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് യമരാജൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. യമരാജനാവാൻ ആർക്കും താല്പര്യമില്ല. ആൾക്കാരെ ശിക്ഷിക്കണം, അല്ലെങ്കിൽ നരകത്തിൽ ഇരിക്കണം, നരകത്തിലിരുന്ന് ആൾക്കാർക്ക് ശിക്ഷ കൊടുക്കണം, ഇതാണ് ആളുടെ ഡ്യൂട്ടി. അപ്പോൾ അത് എടുക്കാൻ ആരും തയ്യാറില്ല. ആക്ച്വലി അത് ഭഗവാന്റെ സർവീസാണ്, ഭഗവാന്റെ ഒരു സർവീസാണ് ആക്ച്വലി. അത് എടുക്കാൻ ആളുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഈ ഭൂതഗണങ്ങളും പിശാചുക്കളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു നാഥനില്ല, ആരും എടുക്കുന്നില്ല ആ റോള്. ബാക്കിയെല്ലാം നല്ല റോളുകളൊക്കെ ബാക്കിയുള്ളവരൊക്കെ സ്മാർട്ടായിട്ടുള്ളവരൊക്കെ എടുത്തു. ഭഗവാൻ ശിവനാണെങ്കിൽ എപ്പോഴും ഭഗവാൻ വിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ബ്രഹ്മാവ് പറഞ്ഞാലും അതെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ, എന്തെങ്കിലും സർവീസ് വരുമ്പോൾ ഇങ്ങനെ സർവീസ് ഒരു 10 സർവീസ് ഉണ്ടെങ്കിൽ ആ സർവീസ് ആദ്യം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സർവീസൊക്കെ എടുക്കാൻ ആൾക്കാർ ആദ്യം തന്നെ ചാടി വരും. അവസാനം ആർക്കും വേണ്ടാത്ത അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെൻഡിങ് ആയിരിക്കും, ആരും ഉണ്ടാവില്ല അതെടുക്കാൻ. അതേപോലെയായിരുന്നു സൃഷ്ടിയുടെ സമയത്ത് സംഭവിക്കുന്നത്. ആരുമില്ല 2 ഡിപ്പാർട്ട്മെൻ്റ് എടുക്കാൻ. അങ്ങനെ യമരാജൻ വരുന്നു, മഹാദേവനും വരുന്നു, 2 പേരും. അപ്പോൾ ഭൂതഗണങ്ങളെ മഹാദേവൻ പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം, പ്രേത ഭൂത പിശാചുകളുടെ നാഥനായിക്കോളാം, അവരെ ഞാൻ ഗൈഡ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം എടുത്തു. അതേപോലെ യമരാജൻ പറഞ്ഞു, ഞാൻ നരകവും ബാക്കി കാര്യങ്ങളും ശിക്ഷകളും കാര്യങ്ങളും ഞാൻ എടുക്കാം. അത് 2 പേരും എടുത്തു. അതുകൊണ്ടാണ് സ്വയംഭൂ നാരദോ ശംഭു കുമാരോ കപിലോ മനുഹു എന്ന് പറയുന്ന 12 മഹാജനങ്ങളെക്കുറിച്ച് ഭാഗവത്തിൽ പറയുന്നുണ്ട്. അതിൽ ശിവനും വന്നു, യമരാജനും വന്നു.
ഇന്ദ്രനും വന്നിട്ടില്ല, ചന്ദ്രനും വന്നിട്ടില്ല, സൂര്യനും വന്നിട്ടില്ല, അവരുടെ പേരൊന്നും മഹാജനങ്ങളിൽ വന്നിട്ടില്ല. ഇവർ രണ്ടുപേരുടെ പേര് വന്നിട്ടുണ്ട്. കാരണം അവരത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ഏറ്റെടുത്തു, ഭഗവാൻ വിഷ്ണുവിൻ്റെ സർവീസ് ആയിട്ട് എടുക്കുന്നു. സോ ഭൂതനാഥൻ എന്നതുകൊണ്ടാണ് ശിവനെ വിളിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ക്രിമറ്റോറിയത്തിലിരിക്കുന്നു, എന്താ പറയുക, ശവകുടീരങ്ങളിൽ പോയിരിക്കുന്നു, അസ്ഥികൂടം കഴുത്തിലിടുന്നു എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കണം കാര്യം, അങ്ങനെയുള്ള ആൾക്കാരെ മാനേജ് ചെയ്യുന്ന ഇദ്ദേഹമാണ്. അങ്ങനെയുള്ളവർക്ക് ശിക്ഷ കൊടുക്കുന്നു, അവരെ ഒരു വഴിക്ക് നിർത്തിക്കുവാണ്. ഇദ്ദേഹത്തിൻ്റെ കൺട്രോളാണ് അവരെ ഇരിക്കുന്നത്. ഇദ്ദേഹത്തിനെ പോലൊരു കൺട്രോളർ ഇല്ലെങ്കിൽ അവർ നമ്മളെ അറ്റാക്ക് ചെയ്തേനെ ശരിക്കും. അപ്പോൾ മഹാദേവൻ്റെ റോള് വളരെയധികം കൂടുതലാണ് ആക്ച്വലി. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ടു റിമെമ്പർ. വെരി കമ്പാഷനറ്റ്. അപ്പോൾ ഭൂതപ്രേത പിശാചുക്കളോട് പോലും കാരുണ്യം തോന്നുവാണ് ഇദ്ദേഹത്തിന്. അതാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും ഹൃദയം? എത്ര കമ്പാഷനുള്ള ഒരാൾക്കാണ് അങ്ങനെ തോന്നുക. അതേപോലെ തന്നെ വേറൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഭാഗവതത്തിലൊരു ലീല എടുക്കുകയാണെങ്കിൽ, സമുദ്രം മന്ഥന ലീല നടക്കുന്ന സമയത്ത് അതിമനോഹരമാണ് ആ സെക്ഷൻ. നമുക്ക് വേറൊരു ദിവസം ചർച്ച ചെയ്യാം. ഇപ്പോൾ ദേവന്മാരും അസുരന്മാരും രണ്ട് ഭാഗത്ത് നിന്ന് കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വസുകിയാണ് കടയുന്ന. വസുകി എന്ന് പറയുന്ന പാമ്പാണ്. കയറ് കടയാനുള്ള ആ ഒരു കയറ്. അതേപോലെ തന്നെ വലിയ പർവ്വതമുണ്ട്, മന്ദര പർവ്വതം. താഴെ കൂർമ്മദേവൻ ഇരിക്കുന്നുണ്ട്, ഭഗവാൻ. കാര്യം ഇത് ഞാൻ ആ ഓർഡറിൽ പറഞ്ഞാൽ പിന്നെ അതൊരു ക്ലാസ് തന്നെയാണ്. സോ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തായാലും കൂർമ്മദേവൻ്റെ മുകളിലാണ് ഈ മന്ദര പർവ്വതം ഇരിക്കുന്നത്. അതാണ് പിവറ്റ്. അതിൻ്റെ മുകളിലാണ് വസുകി കെട്ടിയിട്ട് രണ്ട് കൂട്ടരും അപ്പുറത്തും വലിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കടയുന്ന സമയത്ത് കുറേ നേരം കടഞ്ഞ് അവസാനമാണ് ഓരോ സാധനങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ വിഷം വന്നു. വിഷം വന്ന സമയത്ത് ഘോരമായിട്ടുള്ള വിഷം, ആ വിഷത്തിൻ്റെ ഒരു ഡ്രോപ്പ് താഴെ വീണാൽ മതി, ലോകം മുഴുവനും അവസാനിക്കും. അങ്ങനത്തെ വിഷമായിരുന്നു, അത്രയും പവർഫുള്ളായിട്ടുള്ള വിഷം. അത് വന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല അതെടുക്കാൻ. ഉടനെ തന്നെ ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി. വിഷ്ണുവിൻ്റെ ഓൾറെഡി കൂർമ്മദേവനുണ്ട്. ദേവന്മാരെല്ലാവരും വിളിച്ചു, വിഷ്ണു സഹായിക്കൂ. ഇതെന്ത് ചെയ്യും, ആരെടുക്കും? നേരെ വിഷ്ണുവിനെ വിളിച്ചു, ഭഗവാനെ വിളിച്ചു. ഭഗവാൻ പറഞ്ഞു, ഒന്നും നോക്കണ്ട, നേരെ മഹാദേവൻ്റെ അടുത്തേക്ക് പൊക്കോളാൻ പറഞ്ഞു. നേരെ ശിവൻ്റെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞു. ശിവൻ്റെ അടുത്ത് കാര്യം പോയി പറയുന്ന താമസമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഒന്നും നിങ്ങൾ പേടിക്കണ്ട, ഞാൻ വരാം, ഞാൻ നോക്കിക്കോളാം ഈ കാര്യം, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങളുടെ കടയിൽ തുടരും, ആരും അതിനെക്കുറിച്ച് ആലോചിക്കണ്ട, ഈ വിഷം എന്ത് സംഭവിക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാമെന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നേരിട്ട് വന്ന് അത് ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. അത് ഏറ്റുവാങ്ങി അദ്ദേഹം കുടിക്കുന്നു. കാര്യം നിലത്തിടാൻ പറ്റില്ല, എവിടെയും കളയാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കുടിക്കാതെ വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് കുടിക്കുന്നത് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം കുടിച്ച് ഇറക്കാതെ പിടിച്ച് നിൽക്കുവാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് നീലകണ്ഠനായത്. ലോകത്തിലെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി, എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു റിസ്ക് അദ്ദേഹം എടുത്തു. വേറെ ആരാണ് എടുക്കുന്നത്? ഇതുപോലെ ഒരുപാട് കമ്പാഷനേറ്റാണ് ഇദ്ദേഹം, മഹാദേവൻ. അദ്ദേഹത്തിൻ്റെ മഹാകാരുണ്യം അത്യാവശ്യമാണ്. ഫൈനലി നമ്മൾ മനസ്സിലാക്കണം, അപ്പോൾ വൈഷ്ണവന യഥാശംഭു എന്ന് പറയുന്ന വൈഷ്ണവിൽ വെച്ച് ഏറ്റവും പരിശുദ്ധനായിട്ടുള്ള വൈഷ്ണവനാണ് എന്ന് ഭാഗവതം പറയുന്നു. മറ്റുള്ള ശാസ്ത്രങ്ങളും എടുത്തു പറയുന്നുണ്ട് ഭഗവാൻ ശിവൻ്റെ സ്ഥാനം. ഇനി ഫൈനലി നമ്മൾ ആലോചിക്കുമ്പോൾ, അങ്ങനെയാണെങ്കിൽ വൃന്ദാവനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ്? വൃന്ദാവനത്തിലും ശിവൻ്റെ സ്ഥാനമുണ്ട്. വൃന്ദാവനം മാത്രമല്ല, ഏത് ധാമം എടുത്തോളൂ, ഏത് ധാമായിക്കോട്ടെ, അയോധ്യ ധാമായിക്കോട്ടെ, ഇനി ഋഷികേഷ് മറ്റേ ചാർധാം ആയിക്കോട്ടെ, മായപ്പുർ ധാമായിക്കോട്ടെ, ശ്രീ വൃന്ദാവൻ ധാമായിക്കോട്ടെ, എല്ലായിടത്തും ശിവനുണ്ട്. കാര്യം മഹാദേവന് കൊടുത്തിട്ടുള്ളൊരു ഡ്യൂട്ടിയാണ് ഭഗവാൻ ധാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ധാമിൻ്റെ രക്ഷകനാണ് എല്ലാ ധാം എന്ന് പറഞ്ഞാൽ അറിയാം, ഭഗവാന്റെ ലീലകൾ നടന്നിട്ടുള്ള സ്ഥലം. എല്ലാ ധാമിൻ്റെയും പ്രൊട്ടക്ടറാണ്, രക്ഷകനാണ് ശിവൻ.
അപ്പോൾ അദ്ദേഹം വൃന്ദാവനത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. വൃന്ദാവനത്തിൽ അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ പ്രസൻസ്, അദ്ദേഹം സേവാകുഞ്ചിൽ അല്ലെങ്കിൽ വൃന്ദാവനത്തിൽ പ്രോപ്പർ വൃന്ദാവനത്തിൽ നമ്മൾ പോകാൻ പോകുന്ന സേവാകുഞ്ച് എന്ന് പറയുന്ന സ്ഥലം, മെയിൻ രാധാകൃഷ്ണ ലീലകൾ നടക്കുന്ന സേവാകുഞ്ച്, അവിടെ ഗോപേശ്വർ മഹാദേവായിട്ട് അദ്ദേഹമുണ്ട്. ഗോപേശ്വർ മഹാദേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപി വേഷത്തിലാണ് മഹാദേവൻ ഇരിക്കുന്നത്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കഥകൾ മനോഹരമാണ്. കൃഷ്ണൻ ജനിക്കുന്ന സമയത്ത് ഒരിക്കൽ കൃഷ്ണൻ, അതായത് ലീല നടക്കുമ്പോൾ, ഇവിടെ ഭൗമ വൃന്ദാവനത്തിൽ ലീല നടക്കുന്ന സമയത്ത് കൃഷ്ണൻ ജനിച്ചു. അതിമനോഹരമായിട്ടുള്ള സുന്ദരക്കുട്ടൻ യശോദറാണിക്ക് ജനിച്ചിട്ടുണ്ട് എന്ന് ഉള്ള വിവരം എല്ലാ ദേവന്മാരും അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കാര്യം സ്തുതികൾ നടത്തുന്നുണ്ടായിരുന്നു. ദേവകി റാണിയുടെ ഗർഭത്തിലിരിക്കുന്ന സമയത്ത് അവർ സ്തുതികൾ നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ ഭഗവാൻ ഇങ്ങോട്ടേക്ക് വന്നു, വൃന്ദാവനത്തിലേക്ക് വന്നു. വൃന്ദാവനത്തിൽ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് പല പല ഡെമി ഗോഡ്സും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അതിൽ ഏറ്റവും സക്സസ്ഫുൾ ആയത് മഹാദേവനാണ്. മഹാദേവന് ഒരുപാട് ആഗ്രഹമായിരുന്നു, ഇങ്ങനെ എനിക്ക് ആ കണ്ണനെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം, ആക്ച്വലി അന്ന് കുഞ്ഞായിരുന്നു കൃഷ്ണൻ, കയ്യിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ മഹാദേവൻ യശോദറാണിയുടെ, നന്ദമഹാരാജൻ്റെയും വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പോയി കഴിഞ്ഞ് മഹാദേവൻ്റെ വേഷം എന്തായിരിക്കും നമുക്കറിയാം. ഇതുപോലെ ഭസ്മെല്ലാം എത്തി തേച്ച് ആ രൂപത്തിലാണ് പോകുന്നത്. അപ്പോൾ യശോദറാണി വാതിൽ തുറക്കുമ്പോൾ ശംഭു മഹാദേവൻ നിൽക്കുന്നുണ്ട് അവിടെ. എന്നിട്ട് ശംഭു, അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ യശോദറാണിയാണെങ്കിൽ കുട്ടിയാണ് കൃഷ്ണൻ, അന്ന് കുട്ടിയെ കാണാനാണ് വന്നിട്ടുള്ളത്. ഉടനെ തന്നെ അദ്ദേഹം ചോദിച്ചു, എനിക്ക് ഇവിടെ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്, കണ്ടിട്ട് എനിക്ക് നമസ്കരിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ യശോദറാണി എടുത്ത വഴിക്ക് ചോദിച്ചു, നിങ്ങളാരാണ്, നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ, അപ്പോൾ ഇദ്ദേഹം അടുത്തടുത്ത് വരുവാണ് പറഞ്ഞ്. അപ്പോൾ യശോദറാണി പറഞ്ഞു, അടുത്തേക്ക് വരരുത്, കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട്, മാറിപ്പോക്കോളൂ, നീങ്ങിപ്പോക്കോളൂ, അടുത്തേക്ക് വരരുത്, ഇവിടെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതാണ്, കുട്ടികളെ പേടിപ്പിക്കരുത്, നിങ്ങളുടെ ഈ കഴുത്തിൽ പാമ്പും അതേപോലെ ഈ അസ്ഥികൂടവും ഒക്കെ ആയിട്ടുള്ള വേഷത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, കുട്ടികളെ പേടിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുറത്ത് നിർത്തി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എങ്ങനെയെങ്കിലും എനിക്ക് ഒരു ദർശനം തരണം എന്ന് പറഞ്ഞ് അപേക്ഷിക്കൂ. ആക്ച്വലി നോക്കുമ്പോൾ അപ്പോൾ യശോദയുടെ കയ്യിൽ കൃഷ്ണനില്ല, കൃഷ്ണൻ അകത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മഹാദേവനും യശോദറാണിയും നമ്മൾ കോൺവെർസേഷൻ നടക്കുന്നത് നമ്മുടെ കുട്ടി കൃഷ്ണൻ കേട്ടിട്ടുണ്ട്, തൊട്ടിലിരുന്ന് കേൾക്കുന്നുണ്ട്. ഭഗവാൻ അറിയാത്ത കാര്യങ്ങളില്ലല്ലോ. കരച്ചിൽ തുടങ്ങി, ഭയങ്കര കരച്ചിലാവും, കരഞ്ഞ് അവസാനം കരഞ്ഞ് ഇരിക്കുന്ന സമയത്ത് യശോദറാണി അകത്തേക്ക് പോയി ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എന്തായാലും നിങ്ങൾക്ക് ദർശനം ഞാൻ തരാൻ എൻ്റെ കുട്ടിയെയും നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നില്ല. കാര്യം നിങ്ങളെ കാണുമ്പോൾ എനിക്ക് തന്നെ പേടിയാവോ, പിന്നെ കുട്ടിയെങ്ങാനും കണ്ടാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ, അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എത്ര നേരം വേണമെങ്കിൽ നിൽക്കാൻ തയ്യാറാണ്, എനിക്ക് കണ്ടേ പറ്റൂ, കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവിടെ ഇരിക്കുക. യശോദറാണി വിചാരിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, പറഞ്ഞിട്ട് പോകുന്നുമില്ല. എന്നാൽ മകനാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൃഷ്ണനാണെങ്കിൽ കരച്ചിൽ. അപ്പോൾ കൃഷ്ണനെ അറ്റൻഡ് ചെയ്യാൻ പോകണം യശോദറാണിക്ക്. ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോളൂ, ഇവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞു. വളരെ വിഷമമായി, പാവം ശിവന് വിഷമമായി. അദ്ദേഹം കരഞ്ഞു തുടങ്ങി, ശരിക്കും ലിറ്ററലി കരഞ്ഞ് അവസാനം കരച്ചിലോടുകൂടി പാവം നടന്നു പോയി, തിരിച്ചു പോവാൻ തീരുമാനിക്കും. അങ്ങനെ പതുക്കെ അവിടുന്ന് പോവുകയാണ് അദ്ദേഹം. അങ്ങനെ യശോദറാണി അകത്ത് വന്നു. കൃഷ്ണനാണെങ്കിൽ കരച്ചിൽ നിർത്തുന്നില്ല. അപ്പോൾ പല രീതിയിലും കരച്ചിൽ നിർത്താൻ വേണ്ടി യശോദ ശ്രമിക്കുന്നുണ്ട്. ഒരു കാരണവശാലും കൃഷ്ണൻ പിടി കൊടുക്കുന്നില്ല. കരച്ചിലെന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ കരയുന്നത് നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ. അതായത് സമാധാനിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. കരഞ്ഞ് പുളിക്കുക എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു യശോദയ്ക്ക്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാവരും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നുള്ള ആളുകളൊക്കെ വന്നു, എങ്ങനെയും കരച്ചിൽ നിർത്താൻ നോക്കുന്നു. കരച്ചിൽ നിർത്തുന്നില്ല, കൂടി വരുവാണ്. അവസാനം
യശോദ ചോദിച്ചു, അവിടെ ഇവർ കൂടെ വന്ന ആൾക്കാരോട് ചോദിച്ചു, അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഗോപസ്ത്രീകളൊക്കെ വന്നു അവരോട് ചോദിച്ചു, പുറത്തൊരാൾ നിൽക്കുന്നുണ്ടോ, അവിടെ ഇപ്പോഴും ഒരാളുണ്ടോ? ആ ആൾ വന്നതിന് ശേഷമാണ് എൻ്റെ മകൻ കരയുന്നത്, ഇത് അതുവരെ കരയുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ഇവരോട്. അപ്പോൾ ഇവർ പോയി നോക്കിയിട്ട് പറഞ്ഞു, അവിടെ ആരും ഇല്ലല്ലോ, ആരെയും കാണാനില്ലല്ലോ. അപ്പോൾ ആൾ പോയി അങ്ങനെ ഒരാൾ വന്നു പറയുന്നു, കണ്ടാൽ പേടിയാവുമെന്നൊക്കെയാണ് യശോദറാണി അവരോട് പറയുന്നത്. കണ്ടാൽ പേടിയാവും, കഴുത്തിൽ പാമ്പും അസ്ഥികൂടവും ഭസ്മമൊക്കെ തേച്ചിട്ടുള്ള വന്നിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ കുറച്ച് പേര് പറഞ്ഞു, ഒന്നും കൂടെ ഈ രൂപത്തെ ഒന്നും കൂടെ വർണ്ണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അങ്ങനെ അവർ പലവരും കേട്ടപ്പോൾ തോന്നി ഇത് സാധാരണ ഒരാളല്ല. അപ്പോൾ ആക്ച്വലി എന്തിനാണെന്ന് വെച്ചാൽ കൃഷ്ണൻ അമ്മയെ അറിയിക്കുകയാണ്, എന്നെ എടുത്ത് അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കൂ, എന്നാലേ ഞാൻ കരച്ചിൽ നിർത്തുള്ളൂ എന്നുള്ളത് ഇൻഡയറക്റ്റ്ലി പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ യശോദറാണിക്ക് മകനോടുള്ള സ്നേഹം കൊണ്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞ് യശോദറാണിക്ക് മനസ്സിലാവുന്നു പറഞ്ഞാൽ പെട്ടെന്ന് ക്ലിക്കാവും. ശരിയാണല്ലോ, ഈ രൂപം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ഈ രൂപം എനിക്കറിയാം, പക്ഷേ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ല. ശരിയാണ്, അത് മഹാദേവനാണെന്ന് തോന്നുന്നു. ഞാൻ വൈഷ്ണവൻ പരമവൈഷ്ണവനാണ് ഞാൻ, അത് അറിയാതെ അദ്ദേഹത്തോട് ഞാൻ മോശമായിട്ട് പെരുമാറി, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ വരെ ഞാൻ പറഞ്ഞു. ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. എന്ന് വിചാരിച്ച് ആകെ വിഷമമായിരിക്കുകയാണ്. കുട്ടിയാണെങ്കിൽ കരച്ചിൽ നിർത്തുന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഉടനെ തന്നെ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരണം, അതായിരിക്കും തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നിട്ട് കൃഷ്ണനെ കാണിച്ചു കൊടുക്കണം. കൃഷ്ണനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവൻ കരച്ചിൽ നിർത്തും, അതിന് വേണ്ടിയിട്ടാണ് അവൻ കരയുന്നത്. അങ്ങനെ എല്ലാവരും ഓടിപ്പോയി നോക്കുമ്പോൾ പാവം മഹാദേവൻ കരഞ്ഞ് നടന്നു പോകുന്നുണ്ട്. എനിക്ക് എൻ്റെ കണ്ണനെ കാണാൻ പറ്റിയിട്ടില്ല, വിഷമത്തിൽ നടന്നു പോവാ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു അങ്ങോട്ട് വരണം, വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഓടി വരുവാണ്. അങ്ങനെ ഓടി വരുന്ന സമയത്ത് കണ്ണനെ എടുത്ത് പുറത്ത് കൊണ്ടുപോകും. അപ്പോഴും യശോദറാണിയുടെ ഉള്ളിൽ വിഷമമുണ്ട്. മഹാദേവൻ്റെ രൂപം കാണുമ്പോൾ അങ്ങനെ കുട്ടിയെ അങ്ങോട്ട് കൊടുക്കാനും കാണിക്കാനും ഒക്കെ മടിയുണ്ട്. എന്നാലും കുട്ടി കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, അല്ലാതെ മഹാദേവനോടുള്ള ആ ഒരു ഇതുകൊണ്ടല്ല. എങ്ങനെയും കണ്ണനോടുള്ള സ്നേഹം അത്രയും കൂടുതലാണ്. കുട്ടി എങ്ങനെയും കരച്ചിൽ നിർത്താൻ വേണ്ടി കുട്ടി ഇൻഡിക്കേഷൻ കൊടുക്കും അമ്മയ്ക്ക്, എന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കൂ എന്ന് പറയും. അങ്ങനെ ഇൻഡിക്കേഷൻ കൊടുത്തു അമ്മ മനസ്സോടെ ശിവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തായിരിക്കും മഹാദേവൻ കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് എന്തായിരിക്കും? അദ്ദേഹത്തിന് അഷ്ടസ്വാധിക വികാരങ്ങളൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ രോമകൂപങ്ങളൊക്കെ എഴുന്നേറ്റ് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു, കരയുന്നു, കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് അദ്ദേഹം ഭഗവാന്റെ നാമം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കുട്ടിയെ വെച്ച് ഡാൻസ് കളിച്ചു തുടങ്ങി. ഡാൻസ് കളിക്കുമ്പോൾ വൃന്ദാവനം മാത്രമല്ല, ലോകം മുഴുവനും, ഭൂമി മുഴുവനും കുലുങ്ങുന്ന അവസ്ഥ. എല്ലാവർക്കും പേടിയായി. സന്തോഷം കൊണ്ടാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് സന്തോഷമായി. അവസാനം തിരിച്ച് അദ്ദേഹം അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു പോയി. അപ്പോൾ കുട്ടിയെ കയ്യിൽ വാങ്ങിയപ്പോൾ ഉടനെ കരച്ചിൽ നിർത്തി കൃഷ്ണൻ. അങ്ങനെ ഒരു കഥയും കൂടെയുണ്ട്, മനോഹരമാണ്. അപ്പോൾ മഹാദേവൻ പോലും എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് വൃന്ദാവനത്തിലേക്ക് വരാനും കൃഷ്ണനെ കാണാനും. കാര്യം എവിടെയും ഇല്ലാത്ത ലീലകളാണ് ഭഗവാൻ കൃഷ്ണൻ്റെ വൃന്ദാവനത്തിലുള്ള ലീലകൾ. അതേപോലെ തന്നെ വേറെ മഹാദേവൻ്റെ ആഗ്രഹങ്ങൾ അവിടെ നിന്നിട്ടില്ല. ഇത് കുട്ടിയായിരിക്കുന്ന സമയത്ത് കാണാനുള്ള ആഗ്രഹം. പിന്നീട് കൃഷ്ണൻ ഗോപികമാരുമായിട്ടുള്ള ഡാൻസും രാസലീലയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെയും എൻട്രി ചെയ്യാൻ മഹാദേവൻ ആഗ്രഹം വന്നു. അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് അദ്ദേഹം. എനിക്ക് എങ്ങനെയെങ്കിലും ആ കൂട്ടത്തിൽ, കാര്യം ഒരുപാട് ഗോപികമാരുണ്ട്, അതേപോലെ എനിക്കും അകത്ത് കയറണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം അവിടെ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വേഷത്തിൽ കയറാൻ പറ്റുമോ? ഇല്ല. അവിടെ ഓൺലി ലേഡീസ് എൻട്രി മാത്രം, ഫീമെയിൽ ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളെന്തായാലും വൃന്ദാവനത്തിൽ പോകുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയും. ഞാനിപ്പോൾ പറഞ്ഞ സസ്പെൻസ് ഒന്നും എന്താ പറയുക പുറത്ത് കൊണ്ടുവരുന്നില്ല. പക്ഷെ എന്നാലും ഗോപേശ്വർ മഹാദേവ് ആവുന്നത് അങ്ങനെയാണ്. അദ്ദേഹം പോയി യമുനയിൽ സ്നാനം ചെയ്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇങ്ങനെയൊന്നും ഇവിടെ കയറാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അങ്ങനെ പോയി പ്രാർത്ഥിച്ചു, ഭഗവാനോട് പ്രാർത്ഥിച്ച് അദ്ദേഹം വേഷം മാറെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഗോപി സ്വരൂപം അദ്ദേഹത്തിന് കിട്ടുന്നു. അങ്ങനെയാണ് പിന്നീട് അദ്ദേഹം എൻ്റർ ചെയ്യുന്നത്.
എൻ്റർ ചെയ്യുന്ന സമയത്ത് കൃഷ്ണന് കൃഷ്ണൻ ചോദിച്ചു മറ്റുള്ള ഗോപികമാരോട്, അത് പുതിയ ഒരാൾ വന്നിട്ടുണ്ടല്ലോ, ഇതുവരെ കാണാത്ത ഒരാൾ, പുതിയ ലുക്ക്, സ്പെഷ്യൽ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മഹാദേവൻ വേഷം മാറി വരുന്നത് മനസ്സിലായി, കൃഷ്ണൻ മനസ്സിലായി ഇത് ശിവനാണ് എന്നുള്ളത്. പക്ഷെ എന്നാലും ആൾക്ക് എൻട്രി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആക്ച്വലി എനിക്ക് മനസ്സിലായി, പക്ഷേ രാസലീലയിലൊന്നും പങ്കെടുക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടില്ല. പക്ഷേ നിങ്ങൾ ഇത്രയും ആഗ്രഹിച്ചു വന്നതുകൊണ്ട് ഞാൻ ഒരു സ്ഥാനം തരുന്നു. ഈ രാസമണ്ഡലം മുഴുവനും നിങ്ങൾ ശിവനോട് പറയും. ആക്ച്വലി ഗോപി വേഷത്തിൽ വന്ന ശിവനോട് പറയും. അതായത് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഈ ഗോപികമാരുടെ എൻ്റെ അല്ലെങ്കിൽ രാധാറാണിയും മറ്റുള്ള ഗോപികമാരുടെയും ഒരു സ്ഥാനത്തിലേക്ക് വരിക എന്ന് പറഞ്ഞത് അസംഭവ്യമാണ്. ലക്ഷ്മി ദേവി വരെ തപസ്സിരിക്കുന്നുണ്ട്, ഇതുവരെ ലക്ഷ്മി ദേവിക്ക് നടന്നിട്ടില്ല. ഇനി അങ്ങേക്കും അത് നടക്കില്ല. കാര്യം ഇവരെ പോലുള്ള ഭക്തർ വേറെയില്ല, അവർ സ്പെഷ്യൽ കാറ്റഗറിയാണ്. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു സ്ഥാനം കിട്ടില്ല. എന്നാലും എന്നോടുള്ള ഇത്രയും സ്നേഹം കൊണ്ടും എന്നോടുള്ള ഇത്രയും ഭക്തി ഉള്ളതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും വൃന്ദാവനത്തിൽ ഞാനൊരു നല്ലൊരു സ്ഥാനം തന്നെ തരുന്നു. അങ്ങ് ഒരു കാര്യം ചെയ്യണം, അങ്ങ് ഈ ഒരു രാസസ്ഥലിയുടെ രക്ഷകനായ ആയിക്കോളൂ, ആ ഒരു സേവനം ഞാൻ തരുവാണ് എന്ന് പറയുന്നു. ഭഗവാൻ അനുഗ്രഹിക്കും ആക്ച്വലി ശിവനെ. അങ്ങനെയാണ് ശിവൻ ഗോപേശ്വർ മഹാദേവായി രാസസ്ഥലി മുഴുവനും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, വൃന്ദാവനം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആക്ച്വലി. അതുകൊണ്ടാണ് ഗോപേശ്വർ മഹാദേവ്. നമ്മൾ സേവാകുഞ്ചിൽ പോകുമ്പോൾ ഗോപേശ്വർ മഹാദേവൻ്റെ അമ്പലത്തിൽ പോവും. മറ്റുള്ള അമ്പലങ്ങളുടെ അടുത്ത് തന്നെയാണ് ഇത്. സേവാകുഞ്ച് അല്ലെങ്കിൽ രാസലീലകളൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ നീതിവനൊക്കെ ഉണ്ടായി അതിൻ്റെ അടുത്ത് തന്നെയാണ് ഗോപേശ്വർ മഹാദേവൻ്റെ അമ്പലം. സോ അവിടെ ഇന്നും ഇരിക്കുന്നുണ്ട് ഗോപേശ്വർ മഹാദേവ്. അപ്പോൾ അദ്ദേഹമാണ് രാസസ്ഥലിയിലേക്ക് ഒരാൾക്കും എൻട്രി ഇല്ല. ശരിക്കും രാസലീലകൾ നടക്കുന്നുണ്ട്. രാത്രി രാധാറാണിയും കൃഷ്ണനും ഗോപികുമാരും ഒക്കെയുള്ള ലീലകൾ ഇന്നും എപ്പോഴും നടക്കുന്നുണ്ട്. സോ മഹാദേവനാണിത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഒരാൾക്കും ഒരു അൺഓത്തറൈസ്ഡ് എൻട്രി അതിനകത്തേക്കില്ല. സോ ഹീ ഈസ് പ്രൊട്ടക്റ്റിങ്. അപ്പോൾ അദ്ദേഹം രാസസ്ഥലി മാത്രമല്ല പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അദ്ദേഹം വൃന്ദാവനം മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൃന്ദാവനത്തിലേക്ക് പ്രവേശനം വേണമെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് ഭക്തരുടെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. അതിലൊന്ന് മഹാദേവനാണ്, ഒന്ന് ഗോപേശ്വർ മഹാദേവാണ്, സംശയമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമുക്ക് അത്യാവശ്യമാണ് വൃന്ദാവനത്തിലേക്ക് ഒരു എൻട്രി കിട്ടണമെങ്കിൽ. വൃന്ദാവനത്തിലേക്ക് ശരിക്കും നമ്മൾ ആരെങ്കിലുമൊക്കെ എൻട്രി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മമസ്തു വൃന്ദാവന ഏവ നിത്യവാസം, നിത്യമായിട്ട് വൃന്ദാവനത്തിൽ വസിക്കാൻ, ഈ വൃന്ദാവനത്തിലും ഭൗമ വൃന്ദാവനത്തിലും അതേപോലെ തന്നെ ഗോലക വൃന്ദാവനത്തിലും നമ്മൾ അവിടേക്കുള്ള എൻട്രി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോപേശ്വർ മഹാദേവൻ്റെ ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം ആവശ്യമാണ്. ഇനി ബാക്കിയുള്ള വ്യക്തികൾ ആരൊക്കെയാണ് നമ്മൾ എൻട്രിക്ക് സഹായിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹം വേറെ ആരുടെയൊക്കെയാണ് അനുഗ്രഹം വേണ്ടത് എന്നുള്ളത് നമ്മൾ വൃന്ദാവനത്തിൽ പോകുന്നേക്കാൾ മുമ്പോ അല്ലെങ്കിൽ അവിടെ വെച്ചോ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ മഹാദേവനെ കുറിച്ചാണ് പറയുന്നത്. ഗോപേശ്വർ മഹാദേവൻ്റെ അനുഗ്രഹം, ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും വേണം. അദ്ദേഹം ഒരുപാട് സന്തോഷിക്കും. നമ്മൾ കൃഷ്ണൻ്റെ നാമം ജപിക്കുമ്പോഴും കൃഷ്ണഭക്തരായി മാറുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അദ്ദേഹം. സോ അതുകൊണ്ട് ഇന്നത്തെ ദിവസം, കാര്യം അദ്ദേഹം ആരാധിക്കുന്നത് ഭഗവാനെയാണ്. അദ്ദേഹത്തിൻ്റെ ബോസിനെ നമ്മൾ ആരാധിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര സന്തോഷമുണ്ടോ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഭഗവാൻ മഹാദേവൻ്റെ തൃപ്പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുക ആത്മാർത്ഥപരമായിട്ട്. അങ്ങയുടെ അനുഗ്രഹം, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വേണം. എന്നാലേ നമുക്ക് നല്ല കൃഷ്ണഭക്തരായി മാറാൻ സാധിക്കുകയുള്ളൂ. കൃഷ്ണഭക്തിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി, ഭഗവാന്റെ സേവനം കിട്ടാൻ വേണ്ടി, വൃന്ദാവനത്തിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടാനും വൃന്ദാവനത്തിലെ ഒരു വൃന്ദാവനവാസിയാവാൻ മാറാൻ, വൃന്ദാവനവാസിയാവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ശിവൻ്റെ
ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം അത്യാവശ്യമാണ്. സോ നമുക്ക് പ്രാർത്ഥിക്കാം ആത്മാർത്ഥപരമായിട്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ശംഭു മഹാദേവ് की जय, श्री वृंदावन धाम की जय, शिवरात्रि महामहोत्सव की जय. निताय गौर, हरि बोल. थैंक यू. हरे कृष्ण.